किस तरह का सिचुएशन है ഏത് देश में? രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ദേശത്ത്? पिछले हफ्ते हम सुना मुंबई लोकल में क्या हादसा हो गया. കഴിഞ്ഞ ആഴ്ച നാം കേട്ടു മുംബൈ ലോക്കലിൽ എന്തുവാ സംഭവിച്ചത് ട്രെയിനിൽ. इसी वर्ष में ऐसे सेम 2 घटना मुंबई लोकल में हुआ. ഈ വർഷം മുംബൈ ലോക്കൽ ട്രെയിനിൽ 2 സംഭവങ്ങളാണ് നടന്നത്. कुछ महीने पहले കുറച്ച് മാസം മുൻപ് अंधेरी स्टेशन में, मेरा याद करेक्ट तो अंधेरी बांद्रा कोई एक स्टेशन में അന്തേരിയാണോ ബാൻഡ്രാണോ ഏതോ ഒരു സ്റ്റേഷനിൽ एक टीचर, एक कॉलेज का प्रोफेसर ഒരു കോളേജ് പ്രൊഫസർ गाड़ी में चढ़ने का समय में किसी के साथ में थोड़ा बहुत एक आर्ग्यूमेंट हो गया. ട്രെയിനിൽ കയറുന്ന സമയത്ത് ഒരു ആർഗ്യുമെന്റ് നടന്നു. जो लड़का दरवाज़ा में द्वार में खड़ा था, ഡോറിൽ നിന്ന് ആ പയ്യനെ उन्होंने हाथ में एक चाकू रखा था, उस चाकू से उस प्रोफेसर को मार डाला. കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ആ പ്രൊഫസറിനെ കൊന്നു കളഞ്ഞു. 2-3 हफ्ते पहले, 2-3 ആഴ്ചയ്ക്ക് 2-3 महीने पहले. 2-3 മാസങ്ങൾക്ക് മുൻപ്. उसके बाद में कल परसों 2 दिन पहले हम सुना और भी ऐसे सेम एक घटना हो गई. അതിനുശേഷം നാം കേട്ടു 2 ദിവസം മുമ്പും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. नालासोपारा से एक नौजवान, 22 साल का एक नौजवान को നല്ല സ്വപ്പാലിൽ നിന്നുള്ള ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനെ, अपना मीरा भाईंदर से एक 30 साल का नौजवान നമ്മുടെ മീരാ ഭായന്തിൽ നിന്നുള്ള 30 വയസ്സുള്ള ഒരു പയ്യൻ मर्डर किया. മർഡർ ചെയ്തു. छोटा सा एक आर्ग्यूमेंट है. ചെറിയൊരു ആർഗ്യുമെന്റ് ആയിരുന്നു. बारिश का समय में एक वो बंदा दरवाज़ा खुला रखा, മഴക്കാലത്ത് മഴ സീസണിലെ ഡോറ് തുറന്നു വെച്ചു. दरवाज़ा बंद करने के लिए बोला उसको. ഡോർ അടയ്ക്കാൻ പറഞ്ഞു. उसको अच्छा नहीं लगा. അവന് ഇഷ്ടപ്പെട്ടില്ല. उससे वाद विवाद शुरू हो गया, അവിടെ मारामारी शुरू हो गई. ആർഗ്യുമെന്റ്സുമായി അടിയായി. उसका हाथ में रखा हुआ वो जो चाकू निकाल के दूसरे को मार डाला. അവന്റെ कയ്യിൽ വെച്ചിരുന്ന ആ കത്തിയെടുത്ത് അവൻ കൊന്നു കളഞ്ഞു. इन नौजवानों क्यों ऐसे चाकू लेके घूमते हैं? ഈ ചെറുപ്പക്കാർ എന്തിനാണ് കത്തിയുമായി നടക്കുന്നത്? क्या हम कोई बाहर जाते तो अपने बाइक के अंदर एक चाकू भी रखते हैं क्या? നാം പുറത്തു പോകുമ്പോൾ നമ്മുടെ ബാഗിൽ കത്തി വെക്കാറുണ്ടോ? ऐसे घटनाओं क्यों होते? ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? क्योंकि युवा पीढ़ी बहुत संघर्ष कर रहे. കാരണം യുവാക്കൾ ഒത്തിരി ഫ്രസ്ട്രേഷനിലാണ്. युवा पीढ़ी बहुत नफरत से भरा हुआ दिल के साथ में जी रही. ഇന്നത്തെ യുവാക്കളുടെ ഉള്ളിൽ ഭയങ്കര കയ്പും ഭയങ്കര ബിറ്റർനെസ് ആണ് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. मैंने ऐसे मलयालम में एक प्रोग्राम में कहा, ഞാൻ മലയാളത്തിലെ പ്രോഗ്രാമിൽ ഇങ്ങനെ പറഞ്ഞു, हम हमेशा अगर नफरत से भरा हुआ बातों सुनेगा तो നാം എപ്പോഴും ഹേറ്റ്രഡായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് എങ്കിൽ अपना दिल नफरत से भर जाएगा. നമ്മുടെ ഹൃദയവും വെറുപ്പുള്ളതായി തീരും. आज क्या हो रहे? ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? चारों तरफ नफरत फैलाने वाला विचारधारा वो बहुत है. നമ്മുടെ നാല് ചുറ്റും വെറുപ്പുകൾ വർദ്ധിപ്പിക്കുന്ന ചിന്തകളാണ് ചുറ്റുമുള്ളത്. धार्मिक नेताओं नफरत फैलाने वाला बातों सिखाते हैं. സ്പിരിച്വൽ ലീഡേഴ്സും വെറുപ്പുകൾ സൃഷ്ടിക്കുന്നതാണ് പഠിപ്പിക്കുന്നത്. उन्होंने ये सोच के ऐसे बातों सिखाते, അവർ ഇത് വിചാരിച്ചാണ് പറയുന്നത്, नौजवानों को उनका विरोधियों के विरुद्ध में उपयोग करने के लिए, यंग पीपल को उनका विरोधियों का विरुद्ध में उपयोग करने के लिए, യൗവനക്കാരെ അവരുടെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ വിരോധികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി उस मकसद रखे नफरत फैला रहे. ആ അർത്ഥം വെച്ചുകൊണ്ട് അവർ പരത്തുന്നത് വെറുപ്പാണ്. नफरत फैलाने वाला धर्मों, വെറുപ്പുകൾ പരത്തുന്ന ധർമ്മങ്ങൾ, नफरत फैलाने वाला राजनीति वालों, ഈ വെറുപ്പുകൾ പരത്തുന്ന പൊളിറ്റീഷ്യൻസ്, जाति जाति का बीच में नफरत, ജാതികളുടെ മധ്യത്തിൽ വെറുപ്പാണ്. जाति जाति का बीच में ജാതിയുടെ മധ്യത്തിൽ नफरत नफरत, വെറുപ്പുകൾ, ഹേറ്റ്രഡ്. भाषा भाषा का बीच में नफरत. ഭാഷയുടെ മധ്യത്തിലെ വെറുപ്പുകൾ. क्या होता है हमारे में? എന്താ സംഭവിക്കുന്നത്? पूरा नफरत दिल के अंदर बढ़ जाएगा. ഈ വെറുപ്പുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്റ്റോർ ആകും. ये नफरत फैलाया लोग क्या सोचते हैं मालूम है? ഈ വെറുപ്പുകൾ പരത്തിയ ആൾക്കാർ എന്താ इस വിചാരിക്കുന്നത്? युवा को मेरा जाति का विरोध करने वाला जाति के विरुद्ध में उपयोग करना है. ഈ യൗവനക്കാരനെ നമ്മുടെ ജാതിയുടെ എതിരായി പ്രവർത്തിക്കുന്നവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് കൊണ്ട് इस പ്രവർത്തിക്കണം. युवा को मेरा धर्म का विरुद्ध में काम करने वाला मेरा शत्रु का विरुद्ध में उपयोग करना है. ഈ വ്യക്തിയെ എൻ്റെ ധർമ്മത്തിന് ശത്രുക്കളായി പ്രവർത്തിക്കുന്നവർക്ക് ശത്രുവായി പ്രവർത്തിപ്പിക്കണം.
वो क्या सोचते हैं? അവരെന്താ ചിന്തിക്കുന്നത്? मेरा भाषा नहीं बोलने वाला का विरुद्ध में इस युवा का दिल के अंदर नफरत डालना है. നമ്മുടെ ഭാഷ പറയാത്തവരുടെ ഉള്ളിൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വെറുപ്പ് ഉണ്ടാക്കണം. लेकिन പക്ഷേ जब अंदर नफरत बढ़ जाएगा, ആ ഉള്ളിലെ ആ വെറുപ്പുകൾ വർദ്ധിക്കുമ്പം ये जो युवा पीढ़ी ഈ യുവതലമുറ वो नफरत लेके घूमते हैं. ഈ വെറുപ്പുമായിട്ടാണ് അവർ നടക്കുന്നത്, സഞ്ചരിക്കുന്നത്. वो ऐसे चीज है അതെങ്ങനെ ഒരു സാധനമാണ്? सिर्फ जो शत्रु का विरुद्ध में नहीं, ये कभी कभी मित्रों का विरुद्ध में भी उपयोग करेगा. അത് പിന്നീട് ശത്രുക്കൾക്ക് വേണ്ടി മാത്രമല്ല, അത് മിത്രങ്ങൾക്കും ആ വെറുപ്പ് പിന്നെ പുറത്തു വരും. हालेलुया. पूरा नफरत, മുഴുവൻ कड़वापन, ബിറ്റർനെസ്സും ഹേറ്റ്രഡും बाहर से भरा हुआ एक जमाने में, ऐसे एक समाज में. കൊണ്ട് വെറുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. हालेलुया. ഹല്ലേലൂയ. अंग्रेजी में पॉइजन ट्री करके एक पोयम है. ഇംഗ്ലീഷിൽ പോയിസൺ ട്രീ എന്നൊരു പോയമുണ്ട്. एक व्यक्ति ने ഒരു വ്യക്തി एक जहरीली वृक्ष का बीज बोया. ഒരു വിഷമുള്ള വൃക്ഷത്തിന്റെ വിത്ത് ഇട്ടു. उसको उसका नफरत, उसका गुस्सा, उसका बैरी का आंसू से सींच के बढ़ाया. അവന്റെ വെറുപ്പും ദേഷ്യവും ബിറ്റർനെസ്സും കടുവ എല്ലാം ഉള്ള കണ്ണുനീർ കൊണ്ട് ആ വൃക്ഷത്തെ വളർത്തി. वो वृक्ष शीघ्र से बढ़ गया. ആ വൃക്ഷം പെട്ടെന്ന് വളർന്നു. कुछ समय बाद में കുറച്ച് ദിവസത്തിന് उसमें ശേഷം फूलों माया, फलों माया. അതിൽ പൂക്കൾ വന്നു, ഫലങ്ങൾ उस വന്നു. फल बहुत खूबसूरत था. ആ ഫലങ്ങൾ വളരെ മനോഹരമായിരുന്നു. कौन सा वृक्ष है? എന്ത് വൃക്ഷമാണ്? एक जहर वाला में ऐसे बताया है. ആ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, आखिर में इस जो फल का खूबसूरती देखे, അവസാനം ഈ ഫലത്തിന്റെ മനോഹരത കണ്ടിട്ട് ये व्यक्ति खुद उस फल खाया ആ വ്യക്തി സ്വയം ആ ഫലം ഭക്ഷിച്ചു. और वो मर गया. എന്നിട്ട് ആ വ്യക്തി മരിച്ചുപോയി. नफरत फैलाने वाला हर व्यक्ति का अवस्था അമേൻ, यही അമേൻ. है. വെറുപ്പുകൾ പരത്തുന്ന എല്ലാ വ്യക്തിയുടെയും അവസ്ഥ ഇത് തന്നെയാകും. അമേൻ. वो नफरत ആ വെറുപ്പുകൾ खुद को खत्म करेगा. സ്വയം ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കും. हालेलुया. ഹല്ലേലൂയ. हमें नफरत नहीं, അമേൻ, 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 അമേൻ. हमें प्यार फैलाना है. നമുക്ക് വെറുപ്പല്ല, നമുക്ക് സ്നേഹമാണ് പരത്തേണ്ടത്. हमें एक दूसरे को प्यार आमेन, करने के आमेन. बारे में हमें बताना है. നാം ഒരു മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെ പറ്റി നാം പറഞ്ഞു കൊടുക്കണം. हमें एक दूसरे को आमेन. सांत्वना देना है. നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാകണം. ऐसे खराब एक दुनिया में ഇങ്ങനെ हम ഒരു जी रहे मेरा प्यारो. മോശപ്പെട്ട ലോകത്താണ് നാം ജീവിക്കുന്നത്. पूना में कुछ हादसा हो गया पिछले हफ्ते. കഴിഞ്ഞ ആഴ്ച ചില സംഭവങ്ങൾ ഉണ്ടായി. पूना में പൂനെയിൽ സംഭവിച്ചു. उधर एक नौजवान को मर्डर किया. അവിടെ ഒരു യൗവനക്കാരനെ മർഡർ ചെയ്തു. कौन? ആരാ ചെയ്തത്? जिनके साथ में उनका मंगनी हुआ था, उस लड़की और उस लड़की का क्या बोलते, हालेलुया, लावर साथ में इसको मर्डर किया. എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കാമുകനുമായിട്ട് ആ വ്യക്തിയെ എൻഗേജ്മെന്റ് നിശ്ചയിച്ചിരുന്ന ആ വ്യക്തിയെ മർഡർ को ചെയ്തു. जानते हैं? നിങ്ങൾക്ക് അറിയാമോ? ये दोनों का परिवार इतना धनिक परिवार है. ഈ രണ്ട് കുടുംബങ്ങളും വളരെ റിച്ച് ഫാമിലി ആയിരുന്നു. बड़े बिजनेस फैमिली. ഭയങ്കര ബിസിനസ് ഫാമിലി ആയിരുന്നു. इस शादी के लिए जो बजट रखा था, ഈ കല്യാണത്തിന് വെച്ചിരുന്ന ബഡ്ജറ്റ് 17 करोड़ रुपया. 17 crore rupees ആയിരുന്നു. 17 करोड़ रुपये का शादी. 17 crore rupeesന്റെ കല്യാണം. लेकिन പക്ഷേ हम देखा നാം കണ്ടു क्या हो गया. എന്താ സംഭവിച്ചത്. मैं आज उस लड़की के माता पिता के साथ में इंडिया टुडे में आया, एक इंटरव्यू देख रहा था. ഞാൻ इന്ന് ആ വ്യക്തിയുടെ അവരുടെ മാതാപിതാക്കളുടെ ഇന്റർവ്യൂ കാണുമായിരുന്നു. ഇന്ത്യ ടുഡേയിൽ വന്നത്. वो लड़की का पिताजी ആ പെണ്ണിന്റെ പിതാവ് जैसे इस खबर सुना, ഈ വാർത്ത കേട്ടപ്പം वो बेहोश होकर गिरा. പുള്ളി മയങ്ങി വീണു. वो लड़की के पिताजी बेहोश होकर गिरा. പെണ്ണിന്റെ പപ്പ മയങ്ങി വീണു. उनको आईसीयू में भर्ती करना पड़ा. ICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു.
अभी जस्ट वो आईसीयू से बाहर आया, अभी भी हॉस्पिटल में। ഇപ്പം ഐസിയുന്ന് പുറത്തു വന്നു, പക്ഷെ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. जो पत्रकार ने जाके इंटरव्यू लिया हॉस्पिटल में, ന്യൂസുകാരൻ ചെന്ന് ഹോസ്പിറ്റലിൽ പോയി ഇന്റർവ്യൂ എടുത്തു. वो माता पिता कह रहे हम कभी अपने पास ऐसे कुछ इन्फॉर्मेशन नहीं था, ऐसे कुछ होने वाला है। ആ മാതാപിതാക്കൾ പറയുകയാണ്, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇല്ലായിരുന്നു ഇങ്ങനെ ये സംഭവിക്കുമെന്ന്. लड़की कभी भी बताया नहीं, ഈ പെൺകുട്ടി ഒരിക്കലും सब പറഞ്ഞിട്ടില്ലായിരുന്നു. अच्छा चल रहा था। എല്ലാം നന്നായി പോകുന്നുണ്ടായിരുന്നു. और वो पिता ने क्या कहा मालूम है? ആ പിതാവ് എന്താ പറഞ്ഞത്? मेरा बेटी को ऐसी ही सजा देना है, എൻ്റെ മകളെ പനിഷ് ചെയ്യണം, उसको फांसी का सजा देना है, അവളെ തൂക്കിക്കൊല്ലണം, ना तो उसको उसी जगह में लेके जाना है അല്ലെങ്കിൽ അവളെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോകണം, और उसी गट के ऊपर से धक्का मार के गिराना है। അതേ സ്ഥലത്ത് നിന്ന് അവളെ തള്ളി താഴെയിടണം. उसका माँ भी, उन लड़की का माँ भी वही बोल रहे हैं। ആ പെണ്ണിന്റെ അമ്മയും അത് തന്നെയാണ് പറയുന്നത്. ये युवा पीढ़ी को क्या हो गया, ഈ തലമുറയ്ക്ക് എന്താണ് പറ്റിയത്? ऐसे क्यों कर रहे? ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? क्योंकि नफरत से भरा हुआ एक युवा पीढ़ी, കാരണം വെറുപ്പ് കൊണ്ട് നിറഞ്ഞ ഒരു തലമുറ. उसको किसी के ऊपर प्यार नहीं, അവർക്ക് ആരോടും സ്നേഹമില്ല. they are so selfish, അവർ ഭയങ്കര സെൽഫിഷ് ആണ്. that's a fact. അതൊരു വാസ്തവമാണ്. सही है ना? आज का युवा पीढ़ी का प्रॉब्लम क्या है मालूम है? ഇന്നത്തെ യുവതലമുറയുടെ പ്രശ്നം എന്താ? so selfish. അവർ ഭയങ്കര സെൽഫിഷ് ആണ്. मैं कल कोई परमेश्वर का दास के साथ में बात कर रहा था, ഞാൻ കഴിഞ്ഞ ദിവസം ദേവദാസോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. तो उन्होंने मुझे कहा, ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, उन्होंने कहा आज का जमाने का नौजवानों, ഇന്നത്തെ തലമുറയുടെ യുവാക്കൾ उसको हम कुछ भी बोल नहीं सकते, അവരോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, कुछ भी बोल नहीं सकते, ഒന്നും പറയാൻ പറ്റത്തില്ല. क्योंकि एक्शन ले लेगा। അവർ പെട്ടെന്ന് ആക്ഷൻ എടുക്കും. हालेलुया। ഹല്ലേലൂയ. हाँ, मैं किसी से बात कर रहा था, ഞാൻ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. उन्होंने कहा അവർ പറഞ്ഞു, जो यंग पीपल को अगर नौकरी में लगा दिया, ഇപ്പോഴത്തെ യുവാക്കളെ ജോലിക്ക് വെച്ചാൽ वो उनका मर्जी में काम करना चाहिए। അവർ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ജോലി ചെയ്യണം. बॉस जो बोलेगा वो सुनेगा नहीं, ബോസ് പറയുന്നൊന്നും കേൾക്കാൻ ഇപ്പം പറ്റത്തില്ല बॉस कुछ അവർക്ക്. बोलेगा तो अगले दिन रेजिग्नेशन डालेगा। ബോസ് എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത ദിവസം റെസിഗ്നേഷൻ. तुम कौन है मुझे पूछने के लिए? നീ ആരാ എന്നോട് ചോദിക്കാന്? नेक्स्ट डे रेजिग्नेशन। അടുത്ത ദിവസം റെസിഗ്നേഷൻ. ओ ब्रदर ने मुझे कहा, ആ സഹോദരൻ എന്നോട് പറഞ്ഞു, पास्टर जी, പാസ്റ്ററെ, जो मेरा ही उम्र का व्यक्ति है, പാസ്റ്റർ പ്രായമുള്ള ഒരു വ്യക്തിയാണ്, एक बिजनेस चलाने वाला व्यक्ति, ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. उन्होंने कहा ആ വ്യക്തി പറഞ്ഞു, हम तो जिंदगी में कितना एडजस्ट करते थे। നാം ജീവിതത്തിൽ എന്തോരം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു, सही है ना? हम कितना एडजस्ट करते थे, നാം എന്തോരം അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. लेकिन आज का जमाना का बच्चों बिल्कुल एडजस्ट करने के लिए तैयार नहीं है। പക്ഷെ ഇപ്പോഴത്തെ തലമുറയുടെ പിള്ളേർ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. किसी के ऊपर प्यार नहीं है। ആരോടും അവർക്ക് സ്നേഹമില്ല. अगर प्यार होते तो സ്നേഹം ये ഉണ്ടായിരുന്നുവെങ്കിൽ लड़की ये काम करने वाला नहीं ഈ था। പെൺകുട്ടി ഇത് ഒരിക്കലും ചെയ്യില്ലായിരുന്നു. नफरत से भरा हुआ है। വെറുപ്പ് നിറഞ്ഞിരിക്കുകയാണ്. प्यार जहां नहीं है, സ്നേഹം എവിടെ ഇല്ലയോ, हालेलुया, जहां नफरत भरा हुआ है, എവിടെയാണോ വെറുപ്പ് നിറഞ്ഞിരിക്കുന്നത്, उस जगह में ऐसे काम होगा। അവിടെ ഇതെല്ലാം സംഭവിക്കുകയാണ്. हालेलुया। ഹല്ലേലൂയ. It's very difficult ഇത് time, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. स्पेशली अपना युवा पीढ़ी के लिए हमें प्रार्थना करना ആമേൻ. है। പ്രത്യേകിച്ച് നാം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. सेकुलरिज्म का जो सोच विचारधारा उनको बहुत इन्फ्लुएंस किया है। ഈ സെക്യുലറിന്റെ ഓരോ ഒപ്പീനിയൻസും ചിന്തകളും നമ്മുടെ പിള്ളേരെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെക്യുലറിസം, ये दुनिया का विचारधारा बहुत इन्फ्लुएंस किया ഈ है। ലോകത്തിന്റെ ഈ സെക്യുലറിസം ചിന്തകളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. अपना ही बच्चों के बारे में मैं कह रहा हूँ, ഞാൻ നമ്മുടെ പിള്ളേരെ പറ്റിയാണ് उनको പറയുന്നത്. कुछ बात हम बताएगा, അവർക്ക് നാം എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ उन्होंने सेकुलर थॉट तुरंत लाएगा। അവർ സെക്യുലർ തോട്ടിൽ ഉടനെ കൊണ്ടുവരും. वो कहे नहीं आपको इसे कहना नहीं है। അവർ നിങ്ങൾ ഇങ്ങനെ പറയരുത്. हालेलुया। हालेलुया। सेकुलरिज्म का बहुत बड़ा इन्फ्लुएंस है। സെക്യുലറിസമിന്റെ ഭയങ്കര ഇൻഫ്ലുവൻസ്. कल मैंने पढ़ा दूसरा एक न्यूज, ഇന്നലെ ഞാൻ കണ്ട വേറൊരു ന്യൂസ്, एक क्रिश्चियन न्यूज, ഒരു ക്രിസ്ത്യൻ ന്യൂസ്. स्वीडन में, स्वीडन करके देश സ്വീഡനില് है। उस देश में एक घर में से 2 बच्चों को उधर का क्या बोलते सोशल सिक्योरिटी सर्विस पकड़ के लेके गया। ഒരു വീട്ടിൽ നിന്ന് 2 പിള്ളേരെ സോഷ്യൽ സെക്യൂരിറ്റി സർവീസ് പിടിച്ചുകൊണ്ട് പോയി. गवर्नमेंट पकड़ के लेके गया। ഗവൺമെന്റ് അവരെ പിടിച്ചുകൊണ്ട് പോയി. क्यों? എന്തുകൊണ്ടാ? ये बच्चों ने कंप्लेंट दिया, ഈ പിള്ളേർ കംപ്ലൈന്റ് കൊടുത്തു. उन्होंने पुलिस को फोन करके बताया അവർ പോലീസിനെ ഫോൺ ചെയ്ത് പറഞ്ഞു, अपना माता पिता हमें तकलीफ दे रही। മാതാപിതാക്കൾ നമ്മളെ ഉപദ്രവിക്കുന്നു. पुलिस सीधा आया,
പോലീസ് നേരെ വന്നു, दोनों बच्चों को लेके गए। രണ്ട് പിള്ളേരെയും കൊണ്ടുപോയി. माता पिता बहुत कोशिश किए बच्चों को वापस लाने के लिए, लेकिन മാതാപിതാക്കൾ ഒരുപാട് एक बार ശ്രമിച്ചു. गवर्नमेंट सोशल सिक्योरिटी में चला गया, गवर्नमेंट का सर्विस में चला गया, फिर वापस मिलने वाला नहीं है। പക്ഷെ ഒരു പ്രാവശ്യം ഗവൺമെന്റ് സോഷ്യൽ സെക്യൂരിറ്റി അവർ കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. 3.5 साल हो गया, 3.5 വർഷമായി. 3.5 साल हो गया। 3.5 വർഷം. आपको जानते क्यों ये सब हो गया? നിങ്ങൾക്ക് അറിയാമോ ഈ സംഭവിക്കുന്നതിന്റെ കാരണം എന്താണ്? बहुत सिंपल। വളരെ സിമ്പിൾ. बड़ी बेटी को മൂത്ത പെൺകുട്ടിയെ मम्मी ने मना किया। മമ്മി മനാ ചെയ്തു. किस चीज के लिए? എന്തിനാ? स्मार्टफोन उपयोग करने के लिए मना किया। സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. स्मार्टफोन नहीं उपयोग करना है बोला। സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. सेकंड थिंग, രണ്ടാമത്തെ കാര്യം चर्च में अपने साथ में आना है बोला। ചർച്ചിൽ നമ്മുടെ കൂടെ വരണം എന്ന് പറഞ്ഞു. ये 2 कारण से ഈ രണ്ട് കാരണം കൊണ്ട് वो बड़ी बेटी ने झूठ बोला മൂത്ത കുട്ടി കള്ളം പറഞ്ഞു. पुलिस को, मेरा मम्मी पापा मुझे अब्यूज कर रहे हैं। ആ കുട്ടി പോലീസിനോട് കള്ളം പറഞ്ഞു, എൻ്റെ മമ്മി പപ്പ ഞങ്ങളെ അബ്യൂസ് ചെയ്യുന്നു. गवर्नमेंट देखेगा तो ഗവൺമെന്റ് കാണുമ്പം आपका बच्चों को जबरदस्ती नहीं कर सकते चर्च में जाने के लिए, അമ്മ നിങ്ങളുടെ പിള്ളേരെ ചർച്ചിൽ കൊണ്ടുപോകാൻ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. गवर्नमेंट का हिसाब से, അത് ഗവൺമെന്റിന്റെ क्योंकि ऐसे सेकुलर है। അതങ്ങനെ സെക്യുലർ ആണ്. हालेलुया। ഹല്ലേലൂയ. अभी क्या हो गया? പിന്നെ എന്ത് സംഭവിച്ചു? 3.5 साल बाद में 3.5 വർഷത്തിന് ശേഷം छोटा बच्चा को भी साथ में लेके गया। ഇളയ കുട്ടീനെയും കൂടെ കൊണ്ടുപോയി. 3.5 साल बाद में 3.5 വർഷത്തിന് ശേഷം दोनों बच्चों का वीडियो बाहर आया। രണ്ട് പിള്ളേരുടെയും വീഡിയോ പുറത്തു വന്നു. छोटे बेटी रो रहे, मुझे वापस मेरे घर में आना है। ആ ചെറിയ കുട്ടി കരയുകയാണ്, എനിക്ക് തിരിച്ച് എന്റെ വീട്ടിൽ बड़ी बेटी പോകണം. रो रहे, मुझे घर में जाना है। മൂത്ത കുട്ടി കരയുകയാണ്, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. बड़ी बेटी 7 बार सुसाइड करने के लिए कोशिश किया। മൂത്ത കുട്ടി 7 വട്ടം സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. काम गवर्नमेंट का हाथ में। ഗവൺമെന്റിന്റെ കയ്യിലായിരുന്ന സമയത്ത്. ध्यान से सुनना है, ശ്രദ്ധിച്ച് കേൾക്കുക. ये बड़ी बेटी ഈ മൂത്ത കുട്ടി गवर्नमेंट सर्विस के अंदर ही ड्रग्स उपयोग करना शुरू किया। ഗവൺമെന്റ് സർവീസിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ मम्मी തുടങ്ങി. पापा के साथ में रहने वाला बच्चों एक छोटा सा विषय में किया हुआ गलती का कारण से सब कुछ हो रहे। അവൻ മമ്മി പപ്പയുടെ കൂടെ താമസിക്കുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം കൊണ്ടാണ് ഇതെല്ലാം ഇപ്പൊ സംഭവിക്കുന്നത്. अभी बच्चों को गवर्नमेंट नहीं छोड़ रही। ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് വിടുന്നില്ല. हालेलुया। ഹല്ലേലൂയ. और गवर्नमेंट अभी एडवर्टाइजमेंट दिया है, ഗവൺമെന്റ് ഇപ്പം അഡ്വർടൈസ്മെന്റ് इस ചെയ്യുകയാണ്. बच्चों को अगर कोई भी अडॉप्ट करने के लिए तैयार है तो उनको देगा। ഈ പിള്ളേരെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അവർക്ക് കൊടുക്കാം. क्या फूलिशनेस है। എന്ത് മൂഢത്തരമാണിത്. मम्मी पापा जिंदा है, മമ്മി പപ്പ ജീവിച്ചിരിക്കുകയാണ്. अच्छा क्रिश्चियन फैमिली, നല്ല ക്രിസ്ത്യൻ ഫാമിലിയാണ്, प्रेइंग फैमिली, പ്രാർത്ഥിക്കുന്ന ഫാമിലിയാണ്. पूरा क्रिश्चियन वर्ल्ड उनका साथ में है। മൊത്തം ക്രിസ്ത്യൻ വേൾഡ് അവരുടെ കൂടെയുണ്ട്. लेकिन गवर्नमेंट कह रहे नहीं, उनको नहीं देगा। പക്ഷെ ഗവൺമെന്റ് പറഞ്ഞു ഇനി ഞാൻ കൊടുക്കത്തില്ല. फिर किसको देगा? പിന്നെ ആർക്ക് കൊടുക്കും? कोई अडॉप्ट करने दीजिए बच्चों को। അഡോപ്റ്റ് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്തുകൊള്ളട്ടെ. ये किस तरह का दुनिया है? ഇത് ഏത് തരത്തിലുള്ള ലോകമാണ്? ओवर सेकुलरिज्म, സെക്യുലറിസം, ओवर सेकुलरिज्म। ഓവർ സെക്യുലറിസം. मेरा डर यही है मेरा प्यारो, എന്റെ ഭയം ഇത് തന്നെയാണ്. अगले पीढ़ी जिएगा ऐसे एक दुनिया में। നമ്മുടെ അടുത്ത തലമുറ ജീവിക്കുന്നത് ഈ പ്രകാരമുള്ള ഒരു ലോകത്താണ്. हम कैसे भी एडजस्ट करेगा, നാം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യും. हम कैसे भी एडजस्ट करें, നാം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യും. लेकिन अगले पीढ़ी का भविष्य का बारे में, പക്ഷെ അടുത്ത തലമുറയുടെ युवा ഫ്യൂച്ചർ, पीढ़ी का भविष्य का बारे में, അടുത്ത തലമുറയുടെ ഫ്യൂച്ചർ, हालेलुया, मुझे कभी बहुत दुख लगते हैं। ആമേൻ, എനിക്ക് ഭയങ്കര വിഷമം തോന്നും. अगर अपने बच्चों सही आत्मिक नींव में नहीं बना तो, നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയായ ആത്മിക ഫൗണ്ടേഷനിൽ നിലനിന്നില്ല എങ്കിൽ, सही गति में आगे नहीं बढ़ेगा तो ശരിയായ രീതിയിൽ മുൻപോട്ട് പോയില്ല എങ്കിൽ बहुत बड़ा चैलेंजेस उसको सामना करना पड़ेगा। ഭയങ്കര ചലഞ്ചസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. We have to pray, हमें प्रार्थना करना നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. जैसे पौलुस ने तीमुथियुस को कहा, പൗലോസ് തീമത്തിയോസിനോട് पहले പറഞ്ഞതുപോലെ तीमुथियुस 2 अध्याय का पहले आयत में क्या लिखा है? 1 തിമോത്തി 2:1 എന്താണ് പറയുന്നത്? सारे मनुष्यों के लिए प्रार्थना करो, എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. Pray for everyone। എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. हम अपने देश में रहने वाले सभी लोगों के लिए प्रार्थना करें। ആമേൻ. നമ്മുടെ ദേശത്ത് അയക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. क्यों प्रार्थना करना है? എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കണം? हाँ, इधर पढ़ लीजिए। अब मैं सबसे पहले यह उपदेश देता हूँ कि विनती और प्रार्थना और निवेदन और धन्यवाद सब मनुष्यों के लिए किए जाए, राजाओं और सब ऊंचे पद वालों के निमित्त, इसलिए कि हम विश्राम और चैन के साथ सारी भक्ति और गंभीरता से जीवन बिताएं। हालेलुया।
क्यों प्रार्थना करना है? എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കണം? इसलिए कि എന്തുകൊണ്ടെന്നാൽ विश्राम और चैन के साथ सारे भक्ति और गंभीरता से जीवन बिताए। മാന്യതയോടും ശാന്തയോടും സമാധാന പൂർണ്ണത്തോടും ജീവിതം क्या നയിക്കേണ്ടതിന് आपको चैन के साथ में जीना नहीं है? നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കേണ്ടായോ? क्या आपको आराम नहीं चाहिए जीवन? നിങ്ങൾക്ക് വിശ്രമം വേണ്ടായോ? मैं इस दिनों में प्रभु से यही प्रार्थना करता ഞാൻ ഈ ദിവസങ്ങൾ ദൈവത്തോട് ഇതാണ് പ്രാർത്ഥിക്കുന്നത്. प्रभु जी मुझे चैन चाहिए, ദൈവമേ, എനിക്ക് സമാധാനം വേണം, मुझे आराम चाहिए, എനിക്ക് വിശ്രാമം വേണം, मुझे शांतिपूर्वक जीवन बिताना। എനിക്ക് സമാധാനമായി ജീവിക്കണം. हालेलुया, धन्यवाद ईश्वर। हर व्यक्ति आराम के साथ में चैन के साथ में जीना चाहते हैं। എല്ലാ വ്യക്തികളും സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. लेकिन उल्टा दुनिया में क्या हो रहा है? പക്ഷെ ലോകത്ത് സംഭവിക്കുന്നത് എന്താണ്? बहुत बुजुर्ग होने के बाद में भी ഒരുപാട് പ്രായമായതിനു ശേഷവും कुछ लोगों का जीवन में कुछ आराम नहीं है, ചിലരുടെ ജീവിതത്തിൽ ഒരു വിശ്രാമം ഇല്ല, कुछ लोगों का जीवन में कोई चैन नहीं। ചിലരുടെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല. धन्यवाद ईश्वर, धन्यवाद ईश्वर। क्या कलीसिया चैन के साथ में जीना चाहिए? तो സഭ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ आराम के साथ में जीना चाहिए, സമാധാനത്തോടെ ശാന്തിയോടെ पवित्रता ജീവിക്കണമെങ്കിൽ, और गंभीरता के साथ में जीना चाहिए। വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ. हालेलुया। 4 बातों में उधर कहा है, 4 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. चैन, आराम, സമാധാനം, भक्ति और गंभीरता। भक्ति के साथ में जीना चाहिए तो ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ देश में ऐसे एक माहौल होना जरूरी है। ദേശത്ത് ഇങ്ങനെ ഒരു വാതാവരണം, ഒരു എൻവയോൺമെന്റ് ഉണ്ടാവണം. गंभीरता के साथ में आत्मिक जीवन बिताना चाहिए तो സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ देश का माहौल ठीक होना चाहिए। ദേശത്തിന്റെ അന്തരീക്ഷം ശരിയാകണം. प्रार्थना करना है हमें, നാം പ്രാർത്ഥിക്കണം. अपना युवा पीढ़ी के लिए प्रार्थना करना है। നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. हालेलुया, ഹല്ലേലൂയ. अपने देश के लिए प्रार्थना करना നമ്മുടെ है। ദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. चारों तरफ नफरत नफरत नफरत, 4 ചുറ്റും വെറുപ്പ്, വെറുപ്പുകൾ, വെറുപ്പ് മാത്രം. मुझे जानता नहीं है कैसे इंसान सुबुद्धि में ऐसे बातों बता सकते हैं, എനിക്കറിയത്തില്ല എങ്ങനെയാണ് സുബോധത്തോടെ ഇത് പറയാൻ പറ്റുന്നത്. कैसे नफरत का विचारधारा कैसे सुबुद्धि में फैला सकते हैं। ഈ വെറുപ്പിന്റെ ചിന്തകൾ എങ്ങനെയാണ് നല്ലൊരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അത് പകർത്തുവാൻ പറ്റുന്നത്? मुझे लग रहा है लोग पागल बन गया है, എനിക്ക് തോന്നുന്നത് ഓരോ ഈ ലോകം മുഴുവനും ഭ്രാന്തന്മാരായി शैतान इनका തീർന്നിരിക്കുകയാണ്. दिमागों को पागल बनाया है। പൈശാചിക ചിന്തകൾ അവരെ ये ഭ്രാന്തന്മാരാക്കിയിരിക്കുകയാണ്. सुबुद्धि में बात नहीं कर रहे। അവരുടെ സുബോധത്തോടെ അല്ല അവർ സംസാരിക്കുന്നത്. हालेलुया, ഹല്ലേലൂയ. धन्यवाद ईश्वर। एक आत्मिक युद्ध है मेरा प्यारो। ഇതൊരു ആത്മിക യുദ്ധമാണ് പ്രിയരെ. लोगों का दिमाग को प्रभु स्वतंत्र करने के लिए प्रार्थना നമ്മെ करना ഓരോ है। വ്യക്തികളുടെയും ഹൃദയത്തെ ദൈവം സ്വതന്ത്രരാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. धन्यवाद ईश्वर, धन्यवाद ईश्वर, धन्यवाद ईश्वर, धन्यवाद ईश्वर, धन्यवाद ईश्वर। आज सुबह प्रभु का आत्मा कुछ बातों मुझे बताया। ഇന്ന് ദൈവാത്മാവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. अगर हम प्रार्थना करेगा तो നാം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ऐसे नफरत ഈ വെറുപ്പുകൾ, नफरत परमेश्वर का ओर से नहीं है, ഈ വെറുപ്പ് വരുന്നത് ദൈവത്തിൽ നിന്നല്ല, नफरत शैतान का ओर से ഈ है। വെറുപ്പ് വരുന്നത് പിശാചിൽ നിന്നാണ്. अगर हम प्रार्थना करेगा तो നാം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ नफरत फैलाने वाला शक्तियों गिर ആമേൻ. जाएगा। വെറുപ്പുകൾ പരത്തുന്ന ശക്തി വീഴും. ആമേൻ. हमें ആമേൻ. अंधकार ഹല്ലേലൂയ. नहीं, हमें रोशनी फैलाना है। നമുക്ക് ഇരുട്ട് അല്ല, നമുക്ക് വെളിച്ചമാണ് വ്യാപരിപ്പിക്കേണ്ടത്. हमें नफरत नहीं, हमें प्यार फैलाना है। നമ്മെ വെറുപ്പല്ല, നമുക്ക് സ്നേഹമാണ് പരത്തേണ്ടത്. पौलुस तीमुथियुस को कह रहे പൗലോസ് തീമോഥെയോസിനോട് प्रार्थना പറയുകയാണ്, करो, പ്രാർത്ഥിക്കുവേൻ, प्रार्थना करो। പ്രാർത്ഥിപ്പിൻ. एक രീതി में तीमुथियुस का पत्री ആ, ഒരു വിധത്തിൽ തീമുथियुസിന്റെ ലേഖനം ലേഖനം ഇറ്റ്സ് എ പ്രൈവറ്റ് ലെറ്റർ. ഇതൊരു പ്രൈവറ്റ് ലെറ്റർ ആണ്. इज पर्सनली एड्रेस टू तिमोथी. ഇത് തിമത്തിക്ക് വേണ്ടി അഡ്രസ് ചെയ്തിരിക്കുന്ന ലെറ്റർ ആണ്. काफी पत्रियों कलीसियों का नाम में भेजा हुआ पत्रियों, വേറെ പല ലെറ്റേഴ്സും സഭകൾക്ക് അയച്ച ലെറ്റേഴ്സ് ആണ്. लेकिन तिमोथियों का पत्री एक व्यक्ति के लिए व्यक्तिगत रूप में एड्रेस करके लिखा हुआ पत्री है. പക്ഷേ ഈ തിമത്തിക്ക് എഴുതിയ ലേഖനം ഒരു വ്യക്തിക്ക് വേണ്ടി, തിമത്തിക്ക് വേണ്ടി എഴുതിയ ലെറ്റർ ആണ്. नौजवान
एक सेवक तिमोती, ഒരു യൗവനക്കാരനായ ശുശ്രൂഷകാരനായ पौलुस തിമോത്തി तिमोती को कह रहे പൗലോസ് തിമോത്തിയോട് പറയുകയാണ്, शाइन के साथ में, आराम के साथ में कलीसिया रहना चाहिए, तो മാന്യതയോടും ശാന്തതയോടും സമാധാനത്തോടും സഭ भक्ति में ആയിരിക്കണമെങ്കിൽ, तुम बटना चाहिए, तो ഭക്തിയിൽ നിനക്ക് വളരണമെങ്കിൽ, गंभीरता के साथ में एक विश्वास जीवन बिताना चाहिए, तो വിശ്വാസ ജീവിതം നയിക്കണമെങ്കിൽ तुझे प्रार्थना करना है। നീ പ്രാർത്ഥിക്കണം. ആമേൻ. देश में चैन होने के लिए प्रार्थना करना है। ദേശത്തിൽ സമാധാനം വരണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. परमेश्वर का बच्चों, ദൈവമക്കളെ, अगर देश में आशीष है तो ദേശത്തിൽ അനുഗ്രഹമുണ്ട് എങ്കിൽ, ഷൈൻ ആമേൻ ഹേ ആമേൻ, തോ അപ്നാ ദേശത്തിൽ ജീവൻ മേ ഭി സമാധാനമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. यिर्मयाह ഇരമ്യ, ആമേൻ, ഹല്ലേലൂയ, 29वां अध्याय में 29-ൽ जिस लोगों को बंधुआई में लेके गया, അവരെ പിടിച്ചുകൊണ്ടുപോയ, അടിമത്തത്തിൽ പിടിച്ചുകൊണ്ടുപോയ उनके लिए एक चिट्ठी भेजा। അവർക്ക് വേണ്ടി ഒരു ലെറ്റർ അയച്ചു. उस चिट्ठी में क्या लिखा? ആ ലെറ്ററിൽ എന്താ എഴുതിയിരിക്കുന്നത്? यिर्मयाह 29वां अध्याय में। ഇരമ്യ 29. हालेलुया। वो एक चिट्ठी है। അതൊരു ലെറ്ററാണ്. किसके लिए लिखा चिट्ठी? ആർക്ക് വേണ്ടി എഴുതിയ ലെറ്ററാണ്? बंधुआई में पकड़ के लेके गया लोगों के लिए। പ്രവാസികൾക്ക്, ശേഷിപ്പായുള്ളവർക്കുള്ള ലെറ്ററാണ്. हालेलुया। तीसरा आयत पढ़ लीजिए। അതിന്റെ മൂന്നാമത്തെ വാക്യം, ये पत्री शापान के पुत्र एलाशा और हल्किया के पुत्र गरम्या के हाथ भेजी गई, जिन्हें यहूदा के राजा सिदकिय्याह ने बाबुल के राजा नबूकदनेस्सर के पास बाबुल को भेजा। उसमें लिखा था कि जितने लोगों को मैंने यरूशलेम से बंधुआ करके बाबुल में पहुंचवा दिया है, उन सबों से इज़राइल का परमेश्वर सेनाओं का यहोवा यह कहता है, घर बनाकर उनमें बस जाओ, बारियां लगाकर उनके फल खाओ, त्याग करके बेटे बेटियां जन्माओ, और अपने बेटों के लिए स्त्रियां ब्याह लो, और अपनी बेटियों पुरुषों को ब्याह दो, कि वे भी बेटे बेटियां जन्माए, और वहां घटो नहीं वरन बढ़ते जाओ। परंतु जिस नगर में मैंने तुमको बंधुआ करा के भेजा है, उनके कुशल का यत्न किया करो, और उसके हित के लिए यहोवा से प्रार्थना किया करो, क्योंकि उसके कुशल से तुम भी कुशल के साथ रहोगे। क्या लिखा है उधर? एक चिट्ठी भेज रहे, ലെറ്റർ അയക്കുകയാണ് बाबिलोन में चला गया लोगों को। ബാബേലിൽ പോയ പ്രവാസികൾക്ക് വേണ്ടി. एक बात मैं आपको बोलना चाहता ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ हूँ। ആഗ്രഹിക്കുന്നു. स्वाभाविक रूप में സ്വാഭാവികമായി कुछ लोगों को ऐसे बंधुआई में लेके गया, ചിലവരെ പ്രവാസിയായിട്ട് കൊണ്ടുപോയി. सो उनका सोच क्या होगा? അവരുടെ വിചാരം എന്തായിരുന്നു? देश नष्ट हो गया, ദേശം നഷ്ടപ്പെട്ടു, घर नष्ट हो गया, ഭവനം നഷ്ടപ്പെട്ടു, एवरीथिंग इज लॉस्ट। എല്ലാം നഷ്ടമായി. पराये देश में ഒരു അന്യദേശത്തിലാണ്, गुलाम है। ഇപ്പം അടിമയിലാണ്. हालेलुया। अभी क्या है आगे? ഇപ്പൊ എന്തുണ്ട് മുമ്പോട്ട്? देयर इज नो फ्यूचर। ഇനി ഒരു ഭാവിയില്ല. सेकंड थिंग, രണ്ടാമത്തെ കാര്യം, सेम टाइम സെയിം അതേ സമയം कुछ झूठे भविष्यवक्ताओं आया, ചില കള്ളപ്രവാചകന്മാർ വന്നു, वो कहा പറഞ്ഞു 2 साल के अंदर बंधुआई से वापस आएगा। 2 വർഷം കഴിയുമ്പം അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വരും. कितना എത്ര വർഷം? जल्दी। ये परमेश्वर का हाथ अपने साथ में है। ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. गॉड विल डू ए मिरेकल। ദൈവം ഒരു അത്ഭുതം ചെയ്യും. यिर्मयाह ने कहा, ഇരമ്യ പറഞ്ഞു वो झूठा भविष्यवक्ता है। അത് കള്ളപ്രവാചകമാണ്. 70 years 70 years 17 വർഷം जो इधर से गया लोग वापस आएगा नहीं, अगले पीढ़ी वापस आएगा। ഇവിടുന്ന് പോയ തലമുറ തിരിച്ചു വരികയില്ല, അടുത്ത തലമുറയെ തിരിച്ചു So വരത്തുള്ളൂ. it's very important. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. हालेलुया। झूठा भविष्यवाणी सुन के लोग क्या सोचा? ഈ കള്ളപ്രവാചകം കേട്ടിട്ട് 2 साल के अंदर हम वापस आएगा, 2 വർഷം കഴിയുമ്പം തിരിച്ചു പോകും. ऐसे एक चांस है। ഇങ്ങനെ ഒരു ചാൻസ്. चांस नंबर 2, രണ്ടാമത്തെ ചാൻസ് बहुत बड़ा निराशा। ഭയങ്കര ഒരു നിരാശ. अभी भावी कुछ नहीं है। ഇനി ഭവിഷ്യമൊന്നുമില്ല, लेकिन ഫ്യൂച്ചർ यिर्मयाह ഒന്നുമില്ല. का लेटर, പക്ഷെ ഇരമ്യാവിന്റെ ലെറ്റർ इट्स ए लेटर ऑफ होप। ഒരു പ്രത്യാശയുടെ ലെറ്റർ ആണ്. क्या लिखा है? എന്താ എഴുതിയിരിക്കുന്നത്? तुम उधर जाके നിങ്ങൾ അവിടെ പോയിട്ട് लाइफ को बनाना है। നിങ്ങളുടെ ജീവിതം നിങ്ങൾ പണിയുക. हाँ, ആമേൻ, ഹല്ലേലൂയ. सिचुएशन एडवर्स है, സിറ്റുവേഷൻസ് നമുക്ക് വിപരീതമാണ്, लेकिन डू नॉट गिव अप। പക്ഷെ നിങ്ങൾ മടുത്തു പോകരുത്. सिचुएशन जब एडवर्स रहेगा, നമ്മുടെ പരിസ്ഥിതികൾ നമുക്ക് വിപരീതമാകുമ്പം, जल्दी कुछ പ്രയാസമുള്ളതാകുമ്പോൾ छुटकारा नहीं होने वाला है, പെട്ടെന്നൊന്നും വിടുതൽ സംഭവിക്കണമെന്നില്ല. लेकिन आपको आमेन। आपका लाइफ को बिल्ड करना। പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യണം.
एक बात मैं आपको बताए ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം कलीसिया का बारे में സഭയെ പറ്റി. इस वचन का एक व्याख्यान एक प्रकाशन में बोलना ഈ चाहता हूँ. സഭയുടെ ഒരു വചനത്തിന്റെ ഒരു വെളിപ്പാട് ഞാൻ പറയാം. हालेलुया. कभी कभी क्या ना ചില സമയത്തൊക്കെ हमें ऐसे लगेगा हम स्टक हो गया है, നമുക്കിങ്ങനെ തോന്നും നാം സ്റ്റക്ക് ആയിരിക്കുകയാണ് എന്ന് തോന്നും. हमें क्या आगे करना है हमें जानता नहीं. നമുക്ക് മുമ്പോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് अलग अलग അറിയത്തില്ലായിരിക്കാം. राय आएगा പല ഒപ്പീനിയൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കാം. लेकिन हमें उम्मीद छोड़ना नहीं, പക്ഷെ നമ്മുടെ പ്രത്യാശ നാം വിട്ടുകളയരുത്. हमें गिव अप करना नहीं. നാം മടുത്തു പോകരുത്. हमें जर्मिया ने कहा वैसे ही ഇരമ്യ പറഞ്ഞതുപോലെ ഇരമ്യ തന്നെ. क्या कहा? ഇരമ്യ എന്താ പറഞ്ഞത്? बिल्ड योर लाइफ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പണിയുക. शादी करो, കല്യാണം കഴിക്കുക, खेती करो, നിങ്ങൾ കൃഷി ചെയ്യുക, घर बनाओ, നിങ്ങൾ ഭവനം പണിയുക, आपका बेटी बेटों के लिए നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും शादी का रिश्ता ढूंढो. അവരെ വിവാഹം इसका കഴിപ്പിക്കുക. मतलब क्या है? അതിന്റെ അർത്ഥം എന്താ? बिल्ड योर लाइफ. നിങ്ങൾ ജീവിതം ബിൽഡ് ചെയ്യുക. बिल्ड योर लाइफ. നിങ്ങൾ ജീവിതത്തെ ബിൽഡ് ചെയ്യുക. हालेलुया. Amen, hallelujah. डू नॉट गिव अप. മടുത്തു പോകരുത്. कभी कभी क्या होते हैं मालूम ചില है? സമയത്ത് എന്ത് जब പറ്റും? निराशा आएगा നിരാശ വരുമ്പം हम कहेगा अभी मैं कुछ करने वाला नहीं, നാം പറയും ഞാൻ ഒന്നും ചെയ്യുന്നില്ല, खत्म, എല്ലാം തീർന്നു, आई एम स्टॉपिंग एवरीथिंग, ഞാൻ എല്ലാം നിർത്തുക, आई डू नॉट वांट टू डू एनीथिंग. എനിക്കിനി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. नो, അല്ല, God is having a plan. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God is faithful. ദൈവം വിശ്വസ്തനാണ്. He will fulfill all his promises. അവൻ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റും. हालेलुया. Hallelujah. उम्मीद का संदेश ഒരു പ്രത്യാശയുടെ മെസ്സേജ് आज मैं आपके पास I want to hand over a Amen. message of hallelujah hope. ഒരു പ്രത്യാശയുടെ മെസ്സേജ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. Amen. Everything is not Hallelujah. over. എല്ലാം തീർന്നു പോയിട്ടില്ല, അവസാനമായിട്ടില്ല. God's plans and purposes are hallelujah yet to be fulfilled. നമ്മെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറാൻ ഇനിയുമുണ്ട്. आपका जीवन कब आ रहा है? നിങ്ങളുടെ ജീവിതത്തെ പറ്റി, मेरा जीवन कब आ എന്റെ रहा है? ജീവിതത്തെ പറ്റി प्रभु का वायदों बाकी है, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ उसका वायदों हाँ ही हाँ है. അവന്റെ വാഗ്ദത്തം ഉവ്വ് എങ്കിൽ ഉവ്വ് തന്നെയാണ്. हम कभी भी നാം ഒരിക്കലും नेगेटिविटी स्प्रेड करने वाला नहीं होना चाहिए. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരായി തീരരുത്. We have to spread the positive ആമേൻ. vibe. Hallelujah. നാം എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്യുന്നവരായിരിക്കണം. दोनों हम कर सकते हैं. നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും. Sometimes we can spread negativity. ചിലപ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റും. At the same time we can spread positive vibe. പക്ഷേ സെയിം ടൈം നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് Now സ്പ്രെഡ് Jeremiah ചെയ്യാൻ is പറ്റും. spreading a positive vibe. ഇപ്പം ഇവിടെ ഇരമ്യാവ് ഒരു പോസിറ്റീവ് വൈബാണ് സ്പ്രെഡ് इरमिया किस तरह ചെയ്യുന്നത്. का संदेश दे रहे हैं? ഇരമ്യ ഇപ്പൊ എന്ത് മെസ്സേജ് ആണ് ഇവിടെ കൊടുക്കുന്നത്? होप का संदेश दे ഒരു रहे हैं. പ്രത്യാശയുടെ മെസ്സേജ് जिस കൊടുക്കുകയാണ്. देश में गया ഏത് ദേശത്താണോ പോയത് उस देश आशीषित होने चाहिए. ആ ദേശം അനുഗ്രഹിക്കപ്പെടും, इस നന്മ देश में പ്രാപിക്കണം. खुशहालता है तो ആ ദേശത്ത് നന്മ വന്നാൽ तेरा जीवन में भी എങ്കിൽ खुशहालता है. നിങ്ങളുടെ കുടുംബത്തും ആ നന്മ हम വരും. जिस देश में रह रहे हैं നാം ഏത് ദേശത്താണ് इस देश പാർക്കുന്നത് में खुशहालता ആ होना चाहिए. ദേശത്ത് നന്മ ഉണ്ടാകണം. तो अपना जीवन में भी खुशहालता. എങ്കിൽ നമ്മുടെ ജീവിതത്തിലും നന്മ ഉണ്ടാകും. अगर इस देश में इसे नफरत का काम हम जब हम आजू बाजू में चारों तरफ देख रहे ഈ ദേശത്ത് നമ്മുടെ ചുറ്റും നാം വെറുപ്പുകളൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ इस नफरत का काम हम बंद नहीं हुआ तो ഈ വെറുപ്പിന്റെ പ്രവൃത്തികൾ അവസാനിച്ചില്ല എങ്കിലും हम कैसे खुशहाल रह पाएगा? അവസാനിച്ചില്ല എങ്കിൽ നമുക്ക് പിന്നെ हम എങ്ങനെ कैसे चैन और നന്മയോടെ आराम के ജീവിക്കാൻ साथ न रह പറ്റും? पाएगा? നമുക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കുവാൻ പറ്റും? इसलिए देश आमेन, में आमेन, आमेन। हालेलुया खुशहालता चैन होने दीजिए. അതുകൊണ്ട് ദേശത്തിൽ നന്മ വരുമാറാകട്ടെ. इस देश के लिए प्रार्थना ഈ करो. ദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. यिर्मयाह कह रहे उस देश के लिए प्रार्थना करो. ഇരമ്യ പറയുകയാണ് ആ ദേശത്തിന് വേണ്ടി നിങ്ങൾ जिस പ്രാർത്ഥിക്കുക. बाबिलोन का देश तुझे बंधुआई में लेके गए उस देश के लिए ആമേൻ. प्रार्थना ഏത് करो. ബാബിലോൺ ദേശത്താണോ നിന്നെ അടിമയായി കൊണ്ടുപോയത് നീ ആ ദേശത്തിന് हे വേണ്ടി तिमोथी, പ്രാർത്ഥിക്കുക. हे तिमोथी, തിമത്തിയോസേ हालेलुया तुम प्रार्थना करो. നീ പ്രാർത്ഥിക്കുക. किसके लिए प्रार्थना എന്തിനു करो? വേണ്ടി പ്രാർത്ഥിക്കണം? ओ देश का राजाओं के लिए प्रार्थना करो. ദേശത്തിലെ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. हालेलुया हालेलुया। ताकि देश में आराम और चैन होने वाला. കാരണം ദേശത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകേണ്ടതിന് धन्यवाद यीशु, धन्यवाद यीशु, धन्यवाद यीशु. प्रार्थना करो. നമുക്ക് പ്രാർത്ഥിക്കാം. मैंने पिछले कोई मॉर्निंग डू सेशन में मैंने कहा था ഞാൻ കഴിഞ്ഞ ദിവസം മോർണിംഗ് ഡ്യൂ സെഷനിൽ ഇങ്ങനെ പറഞ്ഞു. शमूएल का पुस्तक से ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് इसराइल का लोग आके शमूएल को कह दे. ശമൂവേലിനോട് വന്ന് പറയുന്നു, पहले शमूएल 7 का 8 में ഫസ്റ്റ് സാമുവേൽ 7:8 अपने लिए जो प्रार्थना कर रहे वो बंद ना करना है. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തിക്കളയരുത്. Do not stop praying for us. പ്രാർത്ഥന നിർത്തിക്കളയരുത്, മതിയാക്കരുത്. ओ हालेलुया. क्या कह रहे? എന്താ ओ പറയുന്നത്? परमेश्वर का दास
प्रार्थना बंद मत करो. ദൈവത്തിന്റെ ദാസനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് मैं आज അവസാനിപ്പിക്കരുത്. सुबह वापस कहना चाहता हूँ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുവാൻ शायद ആഗ്രഹിക്കുന്നു. मैंने सोमवार को इस मैसेज बताया. ഞാൻ തിങ്കളാഴ്ച ഈ മെസ്സേജ് പറഞ്ഞു. हालेलुया, सोमवार को बताया ना. ഞാൻ തിങ്കളാഴ്ച ഈ മെസ്സേജ് പറഞ്ഞു. हालेलुया, प्रार्थना बंद नहीं करना है. പ്രാർത്ഥന നിങ്ങൾ हे മതിയാക്കരുത്. शमूएल, do not stop praying for us. ശമൂവേലേ നിങ്ങൾ പ്രാർത്ഥന മതിയാക്കരുത്. शमूएल was such a great interceder. സാമുവേൽ ഭയങ്കര ഒരു ഗ്രേറ്റ് ഇന്റർസീഡർ ആയിരുന്നു. बाइबल में ऐसे कुछ लोगों को हम देख सकते हैं ബൈബിളിൽ അങ്ങനെ ചിലർ നമുക്ക് കാണാൻ പറ്റും. इसके बारे में बहुत बड़ा इंटरसीडर का रूप में बाइबल बता के ഇന്റർസീഡർ ആയിട്ടുള്ള ഒരു വ്യക്തിനെ പറ്റി കാണാൻ great interceders in Bible. ഗ്രേറ്റ് ഇന്റർസീഡേഴ്സ് ബൈബിളിനകത്തുള്ള Hallelujah. शमूएल, मोसेस, ശമൂവേൽ, മോസസ്, ऐसे लोग बहुत बड़ा इंटरसीडर्स था. അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ഇന്റർസീഡേഴ്സ് ആയിരുന്നു. Great interceders. അവർ ഗ്രേറ്റ് ഇന്റർസീഡേഴ്സ് ആയിരുന്നു. Hallelujah. Great interceders. ഗ്രേറ്റ് ഇന്റർസീഡേഴ്സ്. लोगों को धन्यवाद दे दीजिए. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. भजन संहिता में लिखा है സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, मूसा और शमूएल ने जब प्रार्थना किया, മോശയും ശമൂവേലും പ്രാർത്ഥിച്ചപ്പം परमेश्वर बादल का कंबे से उनसे बात किया. ദൈവം ആ മേഘത്തിന്റെ സമ്പത്തിൽ നിന്ന് അവരോട് സംസാരിച്ചു. हालेलुया. ആമേൻ, ഹല്ലേലൂയ. मूसा को बात किया घटना हम जानते हैं, മോശയോട് സംസാരിച്ച സംഭവം നമുക്കറിയാം. लेकिन शमूएल को कहा പക്ഷെ ശമൂവേലിനോട് बादल പറഞ്ഞു, का कंबे से बात किया. മേഘസ്തംഭത്തിൽ നിന്ന് സംസാരിച്ചു. इसी जगह में पहले शमूएल 7वां अध्याय में അത് 7-ാം അധ്യായത്തിൽ തന്നെ हम देख सकते हैं. നമുക്ക് കാണാൻ പറ്റും. हालेलुया. जब शमूएल ने प्रभु की उपस्थिति में भेंट चढ़ाया, ശമൂവേൽ ദൈവസന്നിധിയിൽ ബലി അർപ്പിച്ച സമയം उधर लिखा है അവിടെ എഴുതിയിട്ടുണ്ട്, बहुत बड़ा बादल गरजा, उधर बिजली गिरा, उधर. അവിടെ വലിയ ഇടിമുഴക്കമുണ്ടായി. 10वां आयत पढ़ लीजिए. 10-ാം വാക്യം. उस समय शमूएल होमबलि हो चढ़ा रहा था। उस समय फलिस्ती इस्राएलियों के संग युद्ध करने के लिए निकट आ गए। तब उसी दिन यहोवा ने फलिस्तियों के ऊपर बादल को बड़े कड़क के साथ गरजा कर बादल गरजा, इसका मतलब क्या है? इसका मतलब क्या है? ഇടിമുഴക്കമുണ്ടായി. बादल गरजा, इसका मतलब क्या है? ഇടിമുഴക്കി എന്ന അർത്ഥം എന്താ? बादल उधर आया. അവിടെ മേഘം വന്നു. कौन सा बादल? ഏത് മേഘമാണ് വന്നത്? परमेश्वर का बादल का खंबा. ആമേൻ, ദൈവത്തിന്റെ മേഘസ്തംഭം. और बादल से हालेलुया आवाज आया. ആ മേഘത്തിൽ നിന്നൊരു ശബ്ദം വന്നു. फिलिस्तियों का सेना के लिए वो बादल का गर्जन है, ആമേൻ, ഫലിസ്തീർക്ക് അതൊരു ഇടിമുഴക്കം. लेकिन शामुएल सुन सकते हो परमेश्वर का आवाज है. ആമേൻ, പക്ഷെ ശമൂവേലിന് കേൾക്കാൻ പറ്റുമോ ദൈവത്തിന്റെ मैं आज सुबह कहना ശബ്ദമായിരുന്നു. चाहता हूँ, ഞാൻ നിങ്ങളോട് പറയുവാൻ देश को ആഗ്രഹിക്കുന്നു, बादल घेर ആമേൻ, लिया है. ഈ ദേശത്തെ ദൈവത്തിന്റെ മേഘം We are under the മൂടിയിരിക്കുകയാണ്. cloud നാം of God. നാം ദൈവത്തിന്റെ മേഘത്തിന്റെ കീഴിലാണ്. इस जगह में हम प्रार्थना करने के लिए आए, उस समय से प्रभु का आत्मा कहा ഈ സ്ഥാനത്ത് നാം പ്രാർത്ഥിക്കാൻ വന്ന ആ സമയം തൊട്ട് ദൈവാത്മ നമ്മളോട് പറയുന്നത്, इधर एक बादल ആമേൻ, घेर ഇവിടെ लिया है. ആത്മാവിന്റെ ദൈവത്തിന്റെ ഒരു बादल से മേഘം, प्रभु बात ആ करेगा. മേഘത്തിൽ നമ്മോട് ദൈവം സംസാരിക്കും. ग्रेट इंटरसेडर था शमूएल. ശമൂവേൽ ഒരു ഗ്രേറ്റ് ഇന്റർസീഡർ ആയിരുന്നു, മധ്യസ്ഥയായിരുന്നു. मोसेस ऐसे व्यक्ति था. മോശ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. मोसे एक बहुत बड़ा बिछुआई था. മോശ ഭയങ്കര ഒരു मोशा മധ്യസ്ഥി उसका प्रजा के പ്രാർത്ഥിക്കുന്നവരായിരുന്നു. लिए बोला, प्रभु मेरा नाम मिटा डालो आपका पुस्तक से, മോശ പറഞ്ഞു, എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞോ, फिर भी आपका प्रजा को नष्ट ना करना. എന്നാലും നിന്റെ ജനത്തെ നീ നഷ്ടമാക്കരുത്. ग्रेट इंटरसीडर. ഭയങ്കര മധ്യസ്ഥി വഹിച്ച് പ്രാർത്ഥിക്കുന്നവൻ. अब्राहम അബ്രഹാം बहुत बड़ा मध्यस्थी था. ഭയങ്കര ഒരു മധ്യസ്ഥി വഹിച്ച് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. अब्राहम अब्राहम का मध्यस्थी कैसे था? എബ്രഹാമിന്റെ ഇന്റർസൈഡർ എങ്ങനായിരുന്നു? उत्पत्ति का किताब 18वां अध्याय में हम देख सकते हैं. ഉൽപ്പത്തി 18 നമുക്ക് കാണുവാൻ പറ്റും. अब्राहम जो सोदोम और शहरों को नष्ट करने के लिए जा रहे, उस जो स्वर्गदूतों से ना तो परमेश्वर से बात कर रहे. സൊദോം ഗൊമോറ നഷ്ടമാക്കാൻ പോകുന്ന സ്വർഗ്ഗദൂതനോട് അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുകയാണ്. सबसे पहले कहा, ആദ്യം പറഞ്ഞു, हाल प्रभु कम से कम 50 धार्मिक लोग उस शहर में है. तो ദൈവമേ കുറഞ്ഞത് 50 വ്യക്തികളെങ്കിലും ഈ ഭക്തന്മാരെങ്കിലും ഈ ലോകദേശത്തുണ്ട് എങ്കിൽ हालेलुया उस शहर को नष्ट करना. ആ ദേശത്തെ നീ നശിപ്പിക്കരുത്. फिर उस संख्या 45 बनाया. അത് പിന്നെ 45 ആക്കി. अगर 5 लोग कम है तो 5 പേര് കുറഞ്ഞാലും फिर उसको 40 बनाया. പിന്നെ അത് 40 ആക്കി. फिर
फिर उसका आगे क्या लिखा है? അതിനുശേഷം എന്താ पहले എഴുതിയിരിക്കുന്നത്? 5 कम कर रहा था, 5 കുറയ്ക്കുകയായിരുന്നു. अभी अब्राहम को पता मिला പിന്നെ അബ്രഹാമിന് മനസ്സിലായി नहीं, उससे होता नहीं है, അതുകൊണ്ട് കാര്യം फिर നടക്കത്തില്ല. 10 कम करना शुरू, പിന്നെ 10 വെച്ച് കുറയ്ക്കാൻ अभी തുടങ്ങി. 40 से सीधा 30, 40 ഇപ്പൊ ഡയറക്റ്റ് 30 फिर 20, 30 20 हालेलुया, ഹല്ലേലൂയ. लास्ट 10. അവസാനം 10. अगर 10 धार्मिक लोग हैं तो ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ मैं एक बात आपको बोलना चाहता हूँ, ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 10 धार्मिक लोग एक शहर में है तो ഒരു 10 ഭക്തന്മാർ അഥവാ ഒരു ദേശത്തുണ്ട് उस എങ്കിൽ शहर के ओर आने वाला विपत्ति हट അമേൻ, जाएगा. ആ ദേശത്തിലേക്ക് വരുന്ന ആപത്ത് മാറിപ്പോകും. അമേൻ അമേൻ. एक प्रार्थना करने वाला कलीसिया एक देश में है ആമേൻ. तो പ്രാർത്ഥിക്കുന്ന സഭ ദേശത്തുണ്ട് എങ്കിൽ उस कलीसिया का कारण से ആമേൻ, ആ സഭ നിമിത്തം उस देश में चैन और आराम ആ आएगा. ദേശത്ത് സമാധാനം ഉണ്ടാകും. അമേൻ ഹല്ലേലൂയ. नया नियम में इसका तुल्य एक घटना है, वो बोल के मैं बंद करना चाहता പുതിയ നിയമത്തിൽ ഇതിന് കമ്പയർ ചെയ്ത ഒരു സംഭവമുണ്ട്, അത് പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. हूँ. हम पिछले 2-3 हफ्ते से उसी वचन से सुन रहे നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അത് തന്നെയാണ് കേട്ടുവരുന്നത്. हैं. वो Acts chapter 27 है. ആക്ട് 27. एक जहाज, ഒരു കപ്പൽ, एक जहाज, ഒരു കപ്പൽ. हालेलुया. ഹല്ലേലൂയ. एक जहाज बोलेगा तो ഒരു കപ്പൽ എന്ന് പറഞ്ഞാൽ वो छोटा एक दुनिया है. അത് ചെറിയൊരു ലോകമാണ്. അമേൻ അമേൻ. हालेलुया, छोटा दुनिया है, അത് ചെറിയൊരു ലോകമാണ്. क्योंकि बाहर का दुनिया से वो अलग होके एक साथ सफर करने वाले एक दुनिया. കാരണം വേറൊരു ലോകത്തിൽ നിന്ന് മാറ്റി അത് പ്രത്യേകിച്ച് വേർപെട്ട് യാത്ര ചെയ്യുന്ന ഒരു ലോകം. उस दुनिया में, उस जहाज में ആ കപ്പലിൽ, ആ ലോകത്ത്, ആ കപ്പലിൽ कितना लोग था करके इस जो अध्याय में लिखा है. എത്ര പേരുണ്ടായിരുന്നു എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. 27 का 37. 37, 27-37. हम सब मिलकर जहाज पर 276 जन थे. 276 जन. 276. कितना लोग था? हालेलुया. इसमें कितना विश्वासियों था? ഇതിൽ എത്ര വിശ്വാസികൾ ഉണ്ടായിരുന്നു? कितना धार्मिक लोग था? എത്ര ധാർമ്മിക ഉണ്ടായിരുന്നു? 1. पौलुस था ना. പൗലോസ് മാത്രം. हालेलुया. परमेश्वर ने ദൈവം पौलुस को कहा रे, പൗലോസിനോട് പറയുകയാണ്, तेरा निमित्त നിന്റെ നിമിത്തം इस जहाज का सभी लोगों का प्राण मैंने तेरा हाथ में सौंप दिया है. ആമേൻ, ഈ കപ്പലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതം, പ്രാണൻ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. कुछ उम्मीद नहीं है वैसे सिचुएशन. ഒരു പ്രത്യാശയ്ക്ക് വകയില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ हालेलुया. ആമേൻ 24 verse 24. 24-ാമത്തെ വാക്യം. हे पौलुस, मत डर, तुझे कैसर के सामने खड़ा होना अवश्य है. और देख, परमेश्वर ने सबको जो तेरे साथ यात्रा करते हैं तुझे दे दिया है. परमेश्वर ने നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. तेरा ആമേൻ. साथ में यात्रा करने वाला सबको तेरा हाथ में दिया है. ആമേൻ. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. Total ആമേൻ कितना ഹല്ലേലൂയ. लोग മൊത്തം എത്രയുണ്ട്? हैं? 276. 276. एक कम किया तो 275. ഒന്ന് കുറയ്ക്കുവാണെങ്കിൽ 275. 275 Amen, लोगों का hallelujah. प्राण तेरा हाथ में है. 275 വ്യക്തികളുടെ പ്രാണൻ നിന്റെ കരത്തിലാണ്. तेरा Amen. हाथ में दान दिया है. നിന്റെ കരത്തിൽ ദാനം ചെയ്തിരിക്കുകയാണ്. हालेलुया. Amen, hallelujah, हालेलुया. hallelujah. हालेलुया. ആമേൻ ആമേൻ. हालेलुया. उसका आगे क्या लिखा है मालूम है? അത് മുമ്പോട്ട് എന്താ എഴുതിയിരിക്കുന്നത്? जब ये जो यूनानी भोजियों सारे कैदों को मार डालने के लिए प्लानिंग बनाया, ഈ എല്ലാ പ്രിസണേഴ്സിനെയും കൊല്ലുവാൻ അവർ പ്ലാൻ ചെയ്ത സമയത്ത് ये सूबेदार, ഒരു പള്ളിപ്രമാണി, सूबेदार बोलेगा तो क्या बोलते हैं, सेंचुरियन, शताधिपति, ശതാധിപൻ, हालेलुया, पौलुस का निमित्त, പൗലോസിന്റെ നിമിത്തം, पौलुस का प्राण को बचाने के लिए, പൗലോസിന്റെ പ്രാണനെ രക്ഷിക്കേണ്ടതിന് 42 verse 42. तब सिपाहियों का ये विचार हुआ कि बंधुओं को मार डाले, ऐसा ना हो कि कोई तैर के निकल भागे. परंतु सूबेदार ने पौलुस को बचाने की इच्छा से उन्हें इस
और ये कहा कि जो तैर सकते हैं देखो कूद कर। अभी पौलुस को बचाने के लिए പൗലൂസിനെ രക്ഷിക്കുവാൻ बाकी വേണ്ടി कितना कैदों का प्राण बच गया। ബാക്കി എത്ര പേരുടെ ജീവനാണ് രക്ഷപ്പെട്ടത്. प्रभु ने तुझे क्या कहा? ആമേൻ. ദൈവം നിന്നോട് എന്തോ പറഞ്ഞു? इन सबका प्राण तेरा हाथ में दिया ആമേൻ. है। എല്ലാവരുടെയും പ്രാണൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. हालेलुया ആമേൻ. ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. 25वां आयत पढ़ के मैं बंद करेगा। 25-ാമത്തെ വാക്യം വായിച്ച് ഞാൻ നിർത്താം. इसलिए हे सज्जनों ढाढ़स बांधो, क्योंकि मैं परमेश्वर की प्रतीति करता हूँ मैं परमेश्वर की प्रतीति करता हूँ कि जैसा मुझसे कहा गया है ആമേൻ. जैसा मुझसे कहा गया है वैसा ही होगा। वैसा ही होगा। അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യപ്പെടുവിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. क्या अभी बता रहे? എന്താണ് ഇപ്പൊ പറയുന്നത്? जहाँ कुछ Amen. उम्मीद नहीं है, ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത സ്ഥാനത്ത് सब लोग निराशित है। എല്ലാരും ഇപ്പൊ നിരാശിതരാണ്. हालेलुया। ആമേൻ. ഹല്ലേലൂയ. अभी कैदों को मार डालने के लिए सोच रहे, ഇപ്പം ഈ പ്രിസണേഴ്സിനെ എല്ലാം കൊന്നു കളയുവാനാണ് അവർ और ശ്രമിക്കുന്നത്. जो हालेलुया ये यूनानी सेना सोच रहे, सिपाहियों सोच रहे सबको मार ഈ डालने। ശതാധിപൻ വിചാരിക്കുകയാണ് എല്ലാവരെയും കൊന്നു കളയാമെന്ന്. സദാശിവനല്ല ഈ പട്ടാളക്കാര്। ഈ പട്ടാളക്കാർ വിചാരിക്കാൻ എല്ലാവരെയും നശിപ്പിക്കാമെന്ന്. हालेलुया। जो जहाज का जो लोग है ना, मालिक और वो सब लोग है ना, പടയാളികൾ. जहाज का नहीं पड़ियालीगल अल्लाह। इसके अंदर कौन कौन है मालूम है? पौलुस है, പൗലോസ് ഉണ്ട്, यूनानी सिपाहियों में, യുനാനി പടയാളികൾ, हाँ हाले ग्रीक पड़ियालीगल, യുനാനി और പടയാളികളുണ്ട്. जहाज का मालिक और जहाज का टीम अलग है। കപ്പലിന്റെ ടീം വേറെയാണ്. ये जहाज यूनानी सेना किराए में लिया है। ഈ വാടകയ്ക്ക് എടുത്തതാണ്. So there is a captain, അതുകൊണ്ട് ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ship owner, ഒരു and ഷിപ്പിന്റെ his ഓണർ people are ഉണ്ട്. there. तो 3 ग्रुप इसके अंदर, 3 ഗ്രൂപ്പ് ഇതിനകത്തുണ്ട്. पौलुस है, പൗലോസ് ഉണ്ട്, सिपाहियों में, പടയാളികളുണ്ട്, शिप ओनर्स है। ഷിപ്പ് ഓണേഴ്സ് ഉണ്ട്. शिप ओनर्स क्या कोशिश किया? ഈ ഷിപ്പ് ഓണേഴ്സ് എന്താണ് ട്രൈ ചെയ്യുന്നത്? वो लोग അവർ अपने आप को बचाने के लिए അവരെ തന്നെ രക്ഷിക്കുവാൻ വേണ്ടി जहाज छोड़ के भागने के लिए कोशिश की। അവർ കപ്പൽ വിട്ട് ഓടുവാൻ ശ്രമിച്ചു. 30वां आयत 30 30-ാമത്തെ വാക്യം. परंतु जब मल्लाह जहाज पर से भागना चाहते थे और गली से लंकर डालने की बहाने डोंगी समुद्र में उतार दी, तो पौलुस ने सूबेदार और सिपाहियों से कहा, यदि ये जहाज पर न रहे तो तुम नहीं बच सकते। देखो हालेलुया। तो ये जो शिप ओनर सब क्या कोशिश किया? ഈ ഷിപ്പ് ഓണേഴ്സ് എന്താണ് जहाज ശ്രമിച്ചത്? छोड़ के भागने का कोशिश ഈ किया। കപ്പൽ വിട്ട് ഓടുവാൻ ശ്രമിച്ചു. अभी सिचुएशन क्या है? ഇപ്പൊ സിറ്റുവേഷൻ എന്താണ്? उस शिप के अंदर क्या क्या हो रहा है? ആ ഷിപ്പിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? हालेलुया। छोटा जो नाव होते हैं, जो क्या बोलते हैं, लाइफ बोट होते हैं, लाइफ बोट, ചെറിയൊരു ലൈഫ് ബോട്ട്, ये लाइफ बोट उतार कर उसमें भागने के लिए कोशिश कर रहे ഈ ലൈഫ് ബോട്ട് ഇറക്കി അതിൽ ഓടുവാൻ ശ്രമിക്കുകയാണ്. हैं। सो पौलुस ने जल्दी कहा उनको छोड़ा मत, उनको छोड़ा मत। പൗലോസ് പറയുകയാണ് അവരെ വിടരുത്. तुरंत क्या किया, ये जो यूनानी सिपाहियों उस लाइफ बोट का रस्सी काट के गिरा दिया। അവർ പെട്ടെന്ന് ആ ലൈഫ് ബോട്ടിലെ കെട്ടിയിരുന്ന നങ്കൂരം അവർ പൊട്ടിച്ചു കളഞ്ഞു. जरा इमेजिन कर दीजिए ഒന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ചാട്ടെ, क्या क्या वायलेंस हो रहे उस അവിടെ ship के എന്തൊക്കെ अंदर। വയലൻസ് ആണ് സംഭവിക്കുന്നത് Ship के अंदर। ഷിപ്പിനകത്ത്. कुछ लोग सिपाहियों कैदों को मारने के लिए प्लानिंग कर रहे हैं। ചിലടത്ത് ഈ സോൾജേഴ്സ് അവരെ കൊന്നു കളയുവാൻ ശ്രമിക്കുന്നു. उसका बीच में അതിന്റെ മധ്യത്തില് एक बंदा खड़ा होके कह रहे, ഒരു വ്യക്തി എണീറ്റ് നിന്ന് പറയുകയാണ്, हालेलुया, टाटस बांधो, हियाव ആമേൻ, बांधो, ധൈര്യപ്പെട്ടിരിക്കുവേൻ, मेरा परमेश्वर എന്റെ ദൈവം मुझे बताया बातों എന്നോട് പറഞ്ഞ കാര്യം एक्सैक्टली पूरा होगा। അത് അങ്ങനെ തന്നെ സംഭവിക്കും. In a crisis, in between a ആമേൻ. crisis, ഇത്ര ഭയങ്കര ക്രൈസിസിന്റെ ഇടയ്ക്ക് someone is giving a message of hope. ഒരാള് ഭയങ്കര പ്രത്യാശയുടെ സന്ദേശം डरने का കൊടുക്കുകയാണ്. जरूरत नहीं है। ഭയപ്പെടേണ്ട ആവശ്യമില്ല. मेरा परमेश्वर मुझे क्या कहा ആമേൻ, मैं ആമേൻ, जानता ആമേൻ. हूँ। Yes, ആമേൻ. ദൈവം എന്നോട് എന്താ പറഞ്ഞത് അത് എനിക്കറിയാം. वो आज ना तो कल पूरा होगा। അത് ഇന്നല്ലെങ്കിൽ നാളെ നിവർത്തീകരിക്കും, പൂർത്തിയാകും. ആമേൻ. ഹല്ലേലൂയ. Hallelujah. You can spread hope. ആമേൻ. നിങ്ങൾക്ക് പ്രത്യാശ പരത്തുവാൻ പറ്റും. ഹല്ലേലൂയ. Thank you Holy Spirit. ആമേൻ. പ്രൈസ് ഗോഡ്. आप आशा का संदेश, ആമേൻ, 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 ആമേൻ. आप पॉजिटिविटी आप फैला सकते हैं। ആമേൻ. നമുക്ക് പ്രത്യാശയുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ പോസിറ്റിവിറ്റി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. इस जमाने में नफरत ആമേൻ. नहीं, ഈ ലോകത്തിൽ വെറുപ്പുകളല്ല,
इस जमाने में प्यार फैलाने वाला, ആമേൻ. ഈ ലോകത്ത് സ്നേഹം സ്പ്രെഡ് ചെയ്യുന്നവർ, आशा फैलाने वाला പ്രത്യാശ സ്പ്രെഡ് ചെയ്യുന്നവർ, लोगों का जरूरत है. അങ്ങനെയുള്ള വ്യക്തികളുടെയാണ് ആവശ്യം. ആമേൻ. ഹല്ലേലൂയ. हम ऐसे व्यक्तियों बनना चाहिए. നാം അങ്ങനെയുള്ള വ്യക്തികളായി മാറാം. Spreading ആമേൻ. the message of hope. സ്നേഹത്തിന്റെ ആ പ്രത്യാശയുടെ മെസ്സേജ് 14 दिन से अभी खाया. 14 ദിവസമായി അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. हालेलुया. पौलुस क्या किया लिखा है? പൗലോസ് ഇവിടെ എന്താ ചെയ്യുന്നത്? उनको कहा सब लोग खाना खाओ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കുക. खाना नहीं खाएगा तो अपने आप को कैसे बचाएगा? നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ इसका मतलब क्या രക്ഷിക്കും? है? അതിന്റെ അർത്ഥം എന്താ? कभी कभी निराशा आएगा, ചിലപ്പോഴൊക്കെ നിരാശ दुखी हो വരുമ്പം, जाएगा. നാം ദുഃഖിതരാകുമ്പം हम फिर बाकी सब कुछ छोड़ के बैठेगा. നാം ബാക്കിയെല്ലാം വിട്ടിട്ട് അങ്ങിരിക്കും. बाकी എല്ലാം വിട്ടിട്ട് അല്ലേ, निराशित हो जाएगा. हम बाकी सब कुछ छोड़ के बैठे, നാം ബാക്കിയെല്ലാം വിട്ടിട്ടിരിക്കും. अभी कुछ करके मतलब नहीं है, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. कुछ उम्मीद नहीं है. ഒരു പ്രത്യാശയില്ല. खाना भी छोड़ा, ഫുഡും വിട്ടു, खुद का लाइफ को भूला, സ്വന്തം ജീവിതം മറന്നു. फिर बोल रहे हैं अभी क्या मतलब है? എന്നിട്ട് പറയുകയാണ്, ഇനി എന്താ അർത്ഥം? I have a message of hope. എനിക്ക് ഒരു ഹോപ്പിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. इरमिया एक चिट्ठी भेज रहे हैं, ഒരു ലെറ്റർ എഴുതുകയാണ്. do not give up, ഇരമ്യ എഴുതുകയാണ്, നിങ്ങൾ മടുത്തു പോകരുത്. build your life. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ബിൽഡ് ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. हम कहते हैं ना, आपका तंदुरुस्ती का ख्याल रखो. നാം പറയാറില്ലേ, നമ്മുടെ ഹെൽത്ത് നാം कुछ ശ്രദ്ധിക്കുക. लोग निराशित होगा फिर तंदुरुस्ती का ख्याल रखेगा नहीं. ചിലർ നിരാശരാകുമ്പം സ്വന്തം ഹെൽത്ത് നോക്കുകയില്ല. No, you have to take care of your health. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ നോക്കുക. You have to take care of your family. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ശ്രദ്ധിക്കുക. You have to build your life. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പണിയുക. You have to think about your children. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റി ചിന്തിക്കുക. उनका भविष्य के लिए आप करो. അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ ചിലത് ചെയ്യുക. इरमिया लिख रहे, ഇരമ്യ എഴുതി अभी വെക്കുകയാണ്. पौलुस भी क्या कह रहे? ഇപ്പം പൗലോസ് എന്താണ് പറയുന്നത്? खाना छोड़ के बैठ गए में क्या मतलब है? നിങ്ങൾ ഇനി പട്ടിണി കിടന്നിട്ട് എന്താണ് അർത്ഥം? हम बोलते हैं पास्टर जी खाना खाने के लिए होता नहीं है क्या? അവർ പറയും, പാസ്റ്റർ ജി ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല, अरे എന്താ कुछ ചെയ്യാ? मन लगता नहीं है. മനസ്സ് ഒന്നിനോട്ടും कुछ लोग बोलते हैं, തോന്നുന്നില്ല. पास्टर जी प्रार्थना भी नहीं कर पा रहे. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. लेकिन पौलुस कह रहे, പക്ഷെ പൗലോസ് പറയുകയാണ്, ആമേൻ, എല്ലാം खाना में आपका पावर है. ആമേൻ, ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ശക്തിയുണ്ട്. तुम बिना खाना बैठेगा तो നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി कैसे ഇരിക്കുവാണെങ്കിൽ तुम तैर के किनारे में पहुंचेगा? നിങ്ങൾ പിന്നെ എങ്ങനെ നീന്തി तो അപ്പുറത്തെത്തും? शरीर में बल चाहिए ना तैरने അതുകൊണ്ട് के लिए. ശരീരത്തിൽ ബലം വേണം. हाँ, ആമേൻ. तो ഹല്ലേലൂയ. खाना तेरा അതുകൊണ്ട് क्या लिखा है इधर? इसलिए तुम्हें समझाता हूँ कि कुछ खा लो हाँ, जिससे तुम्हारा बचाव हो. जिससे तुम्हारा मतलब तुम खाना खाएगा तो तंदुरुस्त हो जाएगा, तैर पाएगा, ना तो तुम डूबने वाला है. നിങ്ങൾ इसका ഭക്ഷണം मतलब क्या है? ആഹാരം കഴിക്കണം. इसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താ? हालेलुया. हमें अपने लाइफ को बिल्ड करना है, നാം നമ്മുടെ ജീവിതത്തിനെ ബിൽഡ് ചെയ്യണം. गिव अप करके बैठना नहीं. മടുത്തു പോയിട്ട് ഇരിക്കരുത്. जैसे स्थिति में आप पहुंचा, നിങ്ങൾ ഏത് സ്ഥിതിയിലാണോ ഇപ്പൊ कोई उम्मीद എത്തിയത്, नहीं है. ഒരു പ്രത്യാശയില്ല. हालेलुया. आपको सब कुछ गिव अप करके बैठना नहीं है. എല്ലാം മടുത്ത് നിങ്ങൾ ഇരിക്കരുത്. आपको अच्छा खाना खाना है. നിങ്ങൾ നല്ല ആഹാരം കഴിക്കണം. हालेलुया. ഹല്ലേലൂയ. धन्यवाद यीशु. हम क्या करते हैं मालूम है? നാം എന്താ ചെയ്യുന്നത്? बहुत बड़ा परीक्षा आएगा, हम 2 दिन फास्टिंग ले लेगा. ഭയങ്കര പരീക്ഷ നാം ഉപവസിക്കും. बहुत बड़ा परीक्षा है, 2 ഭയങ്കര दिन വലിയ फास्टिंग ले പരീക്ഷ, लेगा. 2 ദിവസത്തെ ഫാസ്റ്റിംഗ്. अरे पास्टर जी बहुत बड़ा परीक्षा है, इसीलिए मैं 1 हफ्ता फास्टिंग लेने के लिए ഫാസ്റ്റ് ഭയങ്കര ഒരു പ്രയാസമാണ്. 2 ദിവസം आया. ये ഉപവസിക്കാൻ परीक्षा का बोझ ऊपर है, ഈ പരീക്ഷയുടെ ഭാരം നമ്മുടെ उसके മേലിലുണ്ട്. साथ में फास्टिंग भी थक जाएगा. അതിന്റെ മേലിൽ ഫാസ്റ്റിംഗ് എടുത്താൽ നമ്മൾ ബച്ചക ക്ഷീണിച്ചു പോകും. രക്ഷപ്പെടാൻ आपका പറ്റില്ല. क्या करना है? നിങ്ങൾ എന്തോ बड़ा ചെയ്യണം? परीक्षा आएगा, വലിയ കഷ്ടം വരുമ്പം अच्छा से खाना खा के तंदुरुस्त होना है. നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ शरीर എനർജി बल आएगा, मन भी मन में भी बल आएगा. ശരീരം ബലം പ്രാപിക്കും, മനസ്സും ബലം പ്രാപിക്കും. ये कोने में जाके बैठना नहीं है. ഒരു മൂലയ്ക്ക് പോയിരിക്കരുത്. हमें ब्लेस्ड लाइफ ഒരു അനുഗ്രഹിക്കപ്പെട്ട that ജീവിതം will ഉണ്ടാകണം. bring back your strength. അത് നിങ്ങളുടെ ശക്തിയെ മടക്കി फास्टिंग കൊണ്ടുവരും. कभी लेना है? ഉപവസിക്കുന്നത് എപ്പോഴാണ്? फास्टिंग जब आप चैन के साथ में जी लेना, तभी एडवांस लेके रखना है. നിങ്ങൾ നല്ല സമാധാനത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഉപവസിച്ച് समझ आने के बाद ബലപ്പെട്ടിരിക്കണം. में फास्टिंग के लिए मत जाओ. समझ आने से आमेन, पहले आमेन, फास्टिंग करके आपको पावर क्या करना आमेन, है? आमेन. सिगार करना है. हमें एनर्जी स्टोर करके रखना है. കഷ്ടങ്ങൾ വന്നതിന് ശേഷം ഉപവസിക്കാൻ പോകാതെ അതിനു മുമ്പ് തന്നെ ഉപവസിച്ച് നാം ബലം സ്റ്റോർ ചെയ്ത് വെക്കണം. हालेलुया. ഹല്ലേലൂയ. चैलेंजेस आएगा, ചലഞ്ചസ് വരും, ऐसे सामना करना है. ഇങ്ങനെ നാം നേരിടണം. उदासी होके बैठना नहीं है, നാം വിഷമിച്ചിരിക്കരുത്, निराशित होके बैठना नहीं है, सब നിരാശരായിരിക്കരുത്, कुछ खत्म हो गया बोल के बैठना नहीं. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കരുത്. हालेलुया. पौलुस कह रहे हालेलुया. जहाज तो डूबेगा. പൗലോസ് പറയുടെ കപ്പൽ മുങ്ങും. ना ऐसे कहा ना 27 में क्या कहा? എന്താണ് പൗലോസ് പറയുന്നത്? हालेलुया. परमेश्वर ने पौलुस से कहा
പൗലോസ് ദൈവം പൗലോസിനോട് പറയുകയാണ്, जहाज टूटेगा കപ്പൽ ഒടിയും, മുങ്ങും, നഷ്ടമാകും. लेकिन एक भी प्राण नष्ट ना होगा. പക്ഷെ ഒരു പ്രാണൻ പോലും നഷ്ടമാകുകയില്ല. इसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താ? जहाज टूटा तो चलेगा मेरा प्यारो. ആമേൻ. കപ്പൽ തകർന്നാലും സാരമില്ല. जहाज बड़ा बात नहीं है. കപ്പൽ വലിയൊരു സംഭവം അല്ല. आपका प्राण बड़ा बात है. നിങ്ങളുടെ പ്രാണനാണ് വലിയ കാര്യം. प्राण बाकी है तो നിങ്ങളുടെ പ്രാണൻ ബാക്കിയുണ്ട് എങ്കിൽ कितना भी नुकसान हो गया, എന്ത് നഷ്ടം വന്നാലും वो सब कुछ अब वापस पकड़ सकते. നമുക്കെല്ലാം മടക്കി പിടിക്കാൻ പറ്റും. हेलो, ഹല്ലേലൂയ. प्राण बाकी है तो പ്രാണൻ ബാക്കിയുണ്ട് എങ്കിൽ जो नुकसान हो गया वापस आप पकड़ सकते. ആ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് മടക്കി പിടിക്കാൻ പറ്റും. दूसरा जगह मिलेगा, രണ്ടാമത്തെ വേറെ കപ്പൽ നമുക്ക് नहीं ലഭിക്കും. मिलेगा क्या? ലഭിക്കും, जरूर मिलेगा, ലഭിക്കും. लेकिन आपका प्राण इंपॉर्टेंट, പക്ഷെ പ്രാണനാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. आपका फैमिली इंपॉर्टेंट है, നമ്മുടെ കുടുംബം നമുക്ക് ഇമ്പോർട്ടന്റ് आपका ആണ്. हेल्थ इंपॉर्टेंट है. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഇമ്പോർട്ടന്റ് जीवन ആണ്. में ऐसे कुछ चीजें जो वापस नहीं मिल सकते, ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാത്തത്, उसको कभी भी नष्ट छोड़ना है. നഷ്ടമായാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ പോയാലും നഷ്ടമില്ല, അത് വിട്ട് कुछ കളയണം. चीजों को हमें इसलिए छोड़ना है ചിലത് നമ്മൾ എന്തുകൊണ്ട് വിട്ട് जो കളയണം? कभी भी नष्ट ना होना है, वैसे चीजों को आमेन, हमें आमेन, पकड़ के रखने की. നമുക്ക് ഒരിക്കൽ നഷ്ടമാകാത്ത ചിലനെ പിടിച്ചു വെക്കേണ്ടതിന് ചിലനെ നാം നഷ്ടമാക്കി കളയണം. हालेलुया. ഹല്ലേലൂയ. हाथ उठा के प्रभु को धन्यवाद. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിനെ മഹത്വപ്പെടുത്താം. पौलुस ने क्या कहा? പൗലോസ് എന്താണ് ഇവിടെ പറയുന്നത്? आपका खाना में आपका बचाव होने वाला है. ആമേൻ. നിങ്ങൾ ആഹാരം കഴിച്ച് നിങ്ങൾ രക്ഷപ്പെടേണ്ടതല്ലയോ? उसका अगले आयत है, അതിനടുത്ത വായിക്കാം. तुम में से एक व्यक्ति का भी നിങ്ങൾ ഒരു വ്യക്തിയുടെ പോലും हाँ, തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല एक നിശ്ചയം. बाल भी टूटने वाला नहीं. നിങ്ങൾ തലയിലെ ഒരു രോമം പോലും Oh my God. നഷ്ടമാകയില്ല कैसे നിശ്ചയം. कैसे एक उम्मीद का वजन दे रहे हैं? എത്രമാത്രം ഒരു വ്യത്യാസയുടെ വചനമാണ് टूट കൊടുക്കുന്നത്. जाएगा, കപ്പല് നഷ്ടമായി പോകും, लेकिन एक व्यक्ति का भी बाल भी टूटने वाला है. പക്ഷെ ഒരു വ്യക്തിയുടെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല. मतलब शरीर में एक स्क्रैच भी आने वाला है, ശരീരത്തിലൊരു സ്ക്രാച്ച് പോലും വരികയില്ല. एक छोटा इंजरी भी होने ആമേൻ. वाला नहीं. ഒരു ചെറിയൊരു മുറിവ് പോലും സംഭവിക്കുകയില്ല. That ആമേൻ. is the ഹല്ലേലൂയ. protection of God. അതാണ് ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ. अगर परमेश्वर ने कुछ काम कर ആമേൻ. ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ हालेलुया, उस काम इतना परफेक्टली करते हैं. ആമേൻ, ആ കാര്യം ഭയങ്കര പെർഫെക്റ്റ് ആണ് ചെയ്യുന്നത്. एक शिप हो गया, ആമേൻ. നമുക്ക് തോന്നുന്ന ഒരു एक ഷിപ്പ്‌റെക്ക് ആയ accident ഒരു हो गया. ഷിപ്പ്, ഒരു ജഹാജ് മുങ്ങി, ഒരു കപ്പൽ നഷ്ടപ്പെട്ടു പോയാൽ, एक accident തകർന്നു हो गया. പോയാൽ, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ क्या एक स्क्रैच भी नहीं आएगा? ഒരു സ്ക്രാച്ച് പോലും സംഭവിക്കത്തില്ലയോ? हालेलुया, ഹല്ലേലൂയ. नहीं आएगा. വരത്തില്ല. एक बाल भी टूटने वाला नहीं. ഒരു രോമം പോലും നഷ്ടമാകുകയില്ല. मैं वापस उसी वचन को पढ़ के बंद करना ഞാൻ വീണ്ടും ആ വചനം വായിച്ച് അവസാനിപ്പിക്കുകയാണ്. प्रेरित 27:25 ആക്ട്സ് 27:25. पढ़ लीजिए. इसलिए हे सज्जनों ढाढ़स बांध लो, इसलिए हे सज्जनों ढाढ़स बांध लो, क्योंकि मैं परमेश्वर की प्रतीति करता हूँ क्योंकि मैं परमेश्वर की प्रतीति करता हूँ. कि जैसा मुझसे कहा गया है हाँ, वैसा ही ആമേൻ. ആമേൻ. जैसे मुझसे Amen. कहा गया है Hallelujah. वैसे ही होगा. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യപ്പെട്ടിരുപ്പേൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്നു ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, സഭീ ലോഗ് യെ കഹേ, എന്നോട് മുझसे അരുളി ചെയ്തത് जैसा कहा है പോലെ തന്നെ സംഭവിക്കും. वैसा ही होगा. എന്നോട് मुझसे അരുളി ചെയ്തത് जैसे कहा गया है അതുപോലെ തന്നെ സംഭവിക്കും. वैसे ही होगा. ഹല്ലേലൂയ. Amen. ധൈര്യപ്പെട്ടിരിക്കെ. ढाढ़स बांधो. ദൈവം അരുളി ചെയ്തത് ദൈവം നിവർത്തി. Amen. परमेश्वर ने जो कहा है वो परमेश्वर उसे पूरा करेगा. ഇന്ന് രാവിലെ ഇവിടെ ഈ ആരാധനാ സ്ഥലത്ത് വന്ന ശേഷം आज सुबह इस आराधना के आलय पर आने के बाद കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നോടൊന്ന് സംസാരിക്കും. Amen. मैंने कहा परमेश्वर तू मुझसे बात कर. ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കണം. एक खास तौर से मुझसे बात कर. വചനത്തിലൂടെ നീ സംസാരിക്കുന്നത് എനിക്കറിയാം. वचन से तो तू बात करता है, मैं जानता ഞാൻ हूँ. ഇന്നൊരു വചനമൊക്കെ എടുത്തൊരു പ്രസംഗം നടത്തും. मैं वचन लेकर प्रचार कर सकता हूँ. എന്നോട് സംസാരിച്ചത് സ്വീകരിച്ച് ഞാൻ പോകും, പക്ഷെ എനിക്കത് പോരാ. मुझसे तू बात करेगा वो स्वीकार करके मैं जाऊंगा, लेकिन वो मुझे काफी नहीं है. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, तो परमेश्वर ने मुझसे कहा, എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, मेरे हृदय में कहा, നിനക്കൊരാൾ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. आपको एक व्यक्ति एक मैसेज डाला है. कहा
ഞാൻ നിന്നോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. मैं तुझसे बात कर रहा हूँ. ഞാൻ പറഞ്ഞു കർത്താവേ എനിക്ക് അങ്ങനെയുള്ള മെസ്സേജ് വേണ്ട. बोले परमेश्वर मुझे वैसा मैसेज नहीं चाहिए. ഹല്ലേലൂയ. വാട്സപ്പിൽ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് വാക്യമൊക്കെ ഷെയർ ചെയ്യത്തില്ല, അതിന് എന്നോ സംസാരിക്കാനാ. व्हाट्सएप में कभी कभी कोई मैसेज भेजता है, उससे क्या बात അപ്പോൾ करेंगे. കർത്താവ് പറഞ്ഞു എടാ ഒന്ന് തുറന്നു നോക്കടാ. तो परमेश्वर ने कहा कि तो ओपन करके तो देख. എൻ്റെ ദൈവം സംസാരിക്കുന്ന ദൈവം. मेरा परमेश्वर बात करने वाला मैंने परमेश्वर तुरंत है. നോക്കിയപ്പോൾ तो मैंने जब उसे खोल कर देखा സാധാരണ എപ്പോഴും ഒന്നും മെസ്സേജ് ഇടാത്ത ഒരാൾ, तो साधारण तौर से मैसेज नहीं डालने वाला एक व्यक्ति, അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വന്നു. उसका एक मैसेज आया. ഒരു പോസ്റ്ററാണ്. एक पोस्टर है वो. ഹല്ലേലൂയ. हालेलुया. പാസ്റ്റർ ബാബു ചെറിയാനാണ്. पास्टर बाबू चरियन का എനിക്ക് है. സ്ഥിരമായിട്ട് മെസ്സേജ് ഒന്നും അയക്കത്തില്ല. वो मुझे हमेशा मैसेज नहीं 2-3 करते. മാസത്തിൽ ഒരു മെസ്സേജ് വരും. 2-3 महीने में एक मैसेज പക്ഷെ എനിക്ക് आता है. തോന്നുന്നു ഈ മെസ്സേജ് അദ്ദേഹം ഒത്തിരി പേർക്ക് അയച്ചതാണെന്ന് എനിക്ക് मुझे लग रहा है कि ये തോന്നുന്നു. मैसेज उन्होंने बहुत लोगों को भेजा है. एक पोस्टर है. പക്ഷെ ആ പോസ്റ്ററിൽ എഴുതിയിരുന്ന വാക്യം वो पोस्टर में आया हुआ वचन. ആക്ട്സ് 27:25. आमेन. Acts 27:25. ഞാൻ ആ വാക്യം എടുത്ത് വായിച്ചപ്പോൾ मैंने वो जब वचन लेकर എന്നോട് पढ़ा, കർത്താവെ കഴിഞ്ഞ 2-3 ആഴ്ച പ്രസംഗിക്കുന്ന അധ്യായമാണല്ലോ. मैंने लगा कि 2-3 हफ्ते से हम यही प्रचार कर रहे हैं. ആ വാക്യം പറയാണ്, वो वचन कहता है, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യപ്പെട്ടിരിപ്പീൻ. आमेन, इसलिए हे पुरुषों सज्जनों ढाढ़स बांधो. കർത്താവ് എന്നോട് അരുളിച്ചത് परमेश्वर ने जो मुझसे कहा है അതുപോലെ वो സംഭവിക്കും. वैसा ही पूरा करेगा. അതുപോലെ वो സംഭവിക്കും. वैसा ही पूरा അതിന്റെ होगा. അടുത്ത സെന്റൻസിൽ പറയുന്നത് उसके अगले सेंटेंस में कहा ഈ है, കപ്പൽ ഒരു തീരത്ത് തട്ടി अमेन अमेन अमेन, ഉടയേണ്ടതാകുന്നു. ये जो जहाज है वो एक शोर पर लगकर वो टूटने पर है. ഇതിനിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും. वो वहां पर बहुत सारी घटनाएं हो सकती है, പക്ഷെ എന്നോട് അരുളി ചെയ്തത് ചിലതുണ്ട്. लेकिन मुझसे कहा हुआ एक बात അവൻ है. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ वो ദൈവമാണ്. वादाओं में विश्वास योग्य, प्रतिज्ञाओं में യിരെമ്യാവ് विश्वास योग्य പറയുക നിങ്ങൾ परमेश्वर है. നിരാശപ്പെടണ്ട. यिर्मयाह कहता है कि तू निराश मत हो. ഒരു തീയതി വെച്ചിട്ടുണ്ട്. एक अग्नि उस पर रखा, एक डेट रखा है. അത് ഈ കള്ളപ്രവാചകന്മാർ പറയുന്ന പോലെ 2 വർഷമല്ല കേട്ടോ. आमीन. वो झूठे भविष्यवक्ताएं बोलते हैं वैसा 2 साल नहीं है. 2 वो വർഷമാണെന്ന് ഓർത്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. 2 साल है बोलकर तू अपने जीवन को स्पॉइल വെറുതെ मत कर ടൈം दो. വേസ്റ്റ് ആക്കരുത്. तुम अपना टाइम वेस्ट मत കിട്ടിയ कर സമയം दो. കൊണ്ട് കുടുംബം പണിതോ. हमें जितना टाइम मिल रहा है अपने परिवार को बनाओ. കിട്ടിയ സമയം കൊണ്ട് ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. जितना टाइम मिल रहा है अपने देश के लिए प्रार्थना करो. കിട്ടിയ സമയം കൊണ്ട് ഹല്ലേലൂയ ഖേതിയിൽ പണിതോ. जितना समय मिल रहा है तुम अपने खेत को बनाओ. കുഞ്ഞുങ്ങളുടെ കല്യാണമൊക്കെ നടത്തിക്കോ. बच्चों का ब्याह करवा दो. ലൈഫ് ബിൽഡ് ചെയ്തോ. अपने लाइफ को बिल्ड करो. ഞാൻ വെച്ചൊരു തീയതിയുണ്ട്. मैंने रखा हुआ एक डेट है. ആ തീയതിക്ക് ഒരു സ്വർഗീയ പ്രവൃത്തി വെളിപ്പെടും. उसी तारीख को परमेश्वर का काम प्रकट होगा. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ यिर्मयाह के भविष्यवाणी में പ്രവാസത്തിലേക്ക് പോയവർക്ക് കൊടുക്കുന്ന വലിയ പ്രത്യാശയുടെ സന്ദേശം, बंधुआई में ले जाने वालों के लिए देने वाला एक प्रत्याशा, एक आशा का संदेश. നിരാശപ്പെടണ്ട. निराशित मत हो. ലൈഫ് ബിൽഡ് ചെയ്തു. लाइफ को बनाओ. ദൈവം തന്റെ Amen. വാഗ്ദത്തം കൃത്യമായിട്ട് കൃത്യസമയത്ത് നിവർത്തിക്കും. परमेश्वर अपनी प्रतिज्ञाएं उसके निश्चित तारीख को पूरा करेगा. യിരെമ്യാവ് 2 വിധത്തിലാണ് ഈ സന്ദേശം കൊടുക്കുന്നത്. यिर्मयाह 2 तरीके में इस संदेश को देता ഒന്നൊരു है. എഴുത്തെഴുതി അങ്ങോട്ട് കൊടുത്തെങ്കിൽ एक वो लेटर लिखकर अगर दिया है तो അതുപോലെ തന്നെ वैसा ही യിരെമ്യാവ് यिर्मयाह അവൻ ഹല്ലേലൂയ അവന്റെ പിതൃഭവനത്തിന്റെ സ്ഥലത്ത് वो अपने पितृ भवन के जगह पर അവന്റെ ചിറ്റപ്പന്റെ വയൽ വാങ്ങിക്കുകയാണ്. उसके मामा के खेत खरीदता है, चाचा का खेत खरीदता है. ഹല്ലേലൂയ. हालेलुया. എന്തിനു വേണ്ടി? क्यों? ശത്രു പിടിച്ചെടുക്കാൻ പോകുന്ന ദേശത്ത് ഖേത്ത് വാങ്ങിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? शत्रु पकड़ने जा रहे हैं उस जगह में खेत खरीद के क्या फायदा है? ദൈവം പറയുക परमेश्वर कहता എടാ, है 70 വർഷം കഴിയുമ്പോൾ हमें जब 70 साल बीत जाएगा ഈ സിറ്റുവേഷൻ Amen, എല്ലാം മാറും. ये परिस्थिति बदल जाएगी. അന്ന് ഈ എഴുതിയ ആധാരം Amen. കൊണ്ടൊരു പ്രയോജനം उस ഉണ്ടാകും. दिन आज लिखा हुआ इस आधार से एक फायदा होगा. ഇന്ന് പരിശുദ്ധാത്മാ പറയുക आज पवित्र आत्मा कह रही 2 है, विധത്തിൽ പറയുക. 2 प्रकार से कह रहा है. പ്രവാസത്തിൽ പോയ ജനത്തോട് പറയുക बंधुआई से गए हुए लोगों से कहते ഗിവപ്പ് हैं ചെയ്യേണ്ട ഒരു പ്രതീക്ഷയുണ്ടെന്ന്. आप हार मत मानो, एक आशा है. പ്രവാസത്തിൽ പോകാത്ത ജെറമ്യാവിനോട് പറയുക जो बंधुआई में नहीं गया यिर्मयाह से कहता है, അനാഥോത്തിലെ ആ പറമ്പ് നീ വിട്ടുകളയണ്ട. अनादोत का उस खेत को तुम छोड़ मत ഇന്നതിന് दो. ഭാവിയില്ല, आज उसमें भविष्य नहीं പക്ഷെ है, അതിന് ഭാവി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. बस बट उसका एक भविष्य प्रकट होने का दिन आएगा. അത് നഷ്ടക്കച്ചവടമല്ല. आमेन. वो नष्ट का एक काम ഈ नहीं है. ദേശത്ത് ഇനിയും വിതയും കൊയ്ത്തും Amen. ഉണ്ടാകും. इस देश में और भी बीज बोएंगे और This is a कटनी message होगा. of hope. ये एक आशा का संदेश है.
ഈ ദിവസങ്ങളിൽ ഹോപ്പ് സ്പ്രെഡ് ചെയ്യുന്നവരാകട്ടെ. इन दिनों में हम आशा स्प्रेड करने കാര്യം वाले ഇവിടെ പറഞ്ഞ് बने. നിർത്തുകയാണ്. सिर्फ एक बात बोलकर അബ്രഹാമിനെ बंद പോലെ, करता हूं. മോസസിനെ പോലെ, अब्राहम के समान, मोसेस के समान, ശമൂവേലിനെ പോലെ, शमूएल के समान, ഹല്ലേലൂയ, പൗലോസിനെ പോലെ पौलुस के समान, അസാധാരണമായിട്ട് असाधारण तौर से ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന देश के लिए मध्यस्थी बनने वाला ഒറ്റ വ്യക്തിയുടെ നിമിത്തം उस एक व्यक्ति के ഒരു निमित्त ദേശത്തിന് മേൽ പ്രൊട്ടക്ഷൻ एक ഉണ്ടാകുന്നു. बड़ा देश के ऊपर प्रोटेक्शन ആ होता ഒറ്റ है. വ്യക്തിയുടെ നിമിത്തം एक व्यक्ति के देश മേഘത്തൂണിൽ നിന്ന് സ്വർഗം ഗർജിക്കുന്ന Amen. ഹല്ലേലൂയ Hallelujah. ചില ഭക്തന്മാർ നമ്മുടെ ഇടയിലുണ്ടാകും. बादल के खंभों से बात करने वाला परमेश्वर एक व्यक्ति के निमित्त वह जैसा परमेश्वर ने किया वैसे हमारे बीच में भी होने पाए. ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു. आमीन. वचन कहते हैं कि भक्त लोग आजकल घट रहे हैं. ഇന്നലെ ഞാൻ പറഞ്ഞ സന്ദേശം എന്താ? मैंने कल कहा वो संदेश क्या है? നിങ്ങൾക്കറിയാലോ, നമ്മുടെ സന്ദേശങ്ങളെല്ലാം കണക്റ്റഡ് അല്ലേ? आप जानते हैं ना हमारा हर संदेश ബാക്കി അടുത്ത ദിവസം പറഞ്ഞു ഇങ്ങനെ കണക്ട് ചെയ്താൽ कनेक्टेड है. एक के बाद कनेक्टेड है. മോർണിംഗ് ഡ്യൂവിന്റെ സന്ദേശം എന്താ? कल का मॉर्निंग ड्यू का संदेश क्या था? नहीं, मैंने क्या कहा? क्या कहा था कल? हमें हालेलुया. बच्चों जैसे बनना है, परमेश्वर का राज्य का सबसे बड़ा बनना है. मतलब क्या है? मैंने साधु कोचिंजोपदेशी के बारे में कहा, भक्तों बनना चाहिए देश में. ആമേൻ. ദേശത്തിലെ ഭക്തന്മാരായി മാറുക. असाधारण भक्तों, അസാധാരണ शमूएल जैसे ശമൂവേലിനെ പോലെ लोग आके कहना चाहिए, എല്ലാരും വന്ന് പറയണം, आपका प्रार्थना ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥന देश के लिए छुटकारा है. ദേശത്തിന് വിടുതലാണ്. पास्टर जी, आप ആമേൻ. हमारे लिए प्रार्थना करो. പാസ്റ്റർ ജി, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. पौलुस, പൗലോസ്, आप इस जहाज में है, നിങ്ങൾ ഈ കപ്പലിലുണ്ട്. इसलिए हम सबका प्राण को आमेन, आपने आमेन. मोल लिया है. അതുകൊണ്ട് പൗലോസ് നിമിത്തം ഞങ്ങളുടെ പ്രാണനെ നിങ്ങൾ വിടുവിച്ചിരിക്കുന്നു. वो आपने हम सबका प्राण को क्या किया है? मोल लिया है. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാണനെ പൗലോസ് നിമിത്തം പൗലോസ് തന്നെ വിടുവിച്ചിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു. हालेलुया. ഹല്ലേലൂയ. क्या ऐसे एक भक्त बनना हालेलुया जरूरी है? അങ്ങനെ ഒരു ഭക്തനാകുവാൻ അത് അത്യാവശ്യമാണോ? जरूर. अब ऐसे कुछ लोग कहो प्रभु जी, मैंने इस जमाना में, നിങ്ങൾ ചിലർ പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ ഈ यहाँ पवित्र लोग കാലഘട്ടത്തില്, भक्त लोग कम हो रहे इस जमाना ഈ में, ഭക്തന്മാർ കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തില് मैं ऐसे एक भक्त बनेगा. അമ്മ, ഞാൻ ഇങ്ങനൊരു ഭക്തനായി मेरे തീരും. लाइफ को मैं ऐसे कंट्रोल करेगा. എന്റെ ജീവിതം ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. ആമേൻ. मुझे स्वर्ग राज्य का बड़ा बनना है. എനിക്ക് സ്വർഗരാജ്യത്തിലെ വലിയവനാകണം. दुनिया में बड़ा ना बना तो भी ഈ ലോകത്തിലെ വലിയവനായില്ല എങ്കിലും मुझे स्वर्ग राज्य का बड़ा बनना ആമേൻ, എനിക്ക് സ്വർഗരാജ്യത്തിലെ है. आइए വലിയവനാകണം. प्रार्थना कर दीजिए. നമുക്ക് പ്രാർത്ഥിക്കാം. इस वचन का सामने नम्र कर दीजिए. നമുക്ക് നമ്മുടെ വചന മുമ്പിൽ നമ്മൾ തന്നെ कितने लोग इस സമർപ്പിക്കാം. वचन को हालेलुया स्वीकार करेगा? എത്ര പേര് ഈ വചനത്തെ സ്വീകരിക്കും? हालेलुया. नम्र कर दीजिए, प्रार्थना कर നമ്മെ दीजिए. തന്നെ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. धन्यवाद, धन्यवाद, धन्यवाद यीशु, धन्यवाद यीशु.